ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ഹരി. ഞാനൊരു Q&A ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മള് യൂട്യൂബില് ഒരു Q&A ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും വന്നിട്ടില്ല, കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളൂ. പക്ഷെ കുറേ എനിക്ക് കമന്റ് സെക്ഷനിൽ കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ഒക്കെ ഒരു ആൻസർ എന്താ നിങ്ങൾക്ക് അറിയാനുള്ള അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതിന്റെ ആൻസറുകളൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നേക്കണേ. യെസ്, ഇന്നൊരു Q&A വീഡിയോ ആണ്. അപ്പൊ നമുക്ക് കടന്നാലോ. അപ്പൊ ആദ്യം ഞാൻ ഇട്ട Q&A എന്താ വെച്ചാൽ എന്താ നിങ്ങൾക്ക് അറിയേണ്ടത് എന്നോട് ഇപ്പൊ ചോദിച്ചോളൂ, ഞാൻ അതിനുള്ള ഉത്തരം തരാം എന്നാണ്. അപ്പൊ അതിൽ വന്ന ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. ഫസ്റ്റ് വന്നത് എന്താന്ന് വെച്ചാൽ, ചേച്ചി വീട് ഏത് ഡിസ്ട്രിക്റ്റ് ആണ്? തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ് ആണ് വീട്. ബാക്കി പെയിന്റിങ്സ് കാണിക്കാമോ? ഒരു വീഡിയോയില് എല്ലാ പെയിന്റിങ്സും കാണിച്ചു തരാം കേട്ടാ. മാരേജ് വീഡിയോ ഇടോ? മാരേജ് വീഡിയോ 12 വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പൊ അന്ന് എടുത്ത വീഡിയോ ആണ്. ഭയങ്കര പഴയ ടൈപ്പ് ഒരു കല്യാണമാണ്. സാധാരണ ഒരു കല്യാണമാണ്, വലിയ ആർഭാടായിട്ടുള്ള കല്യാണമൊന്നുമല്ല. വീഡിയോ എന്റെ കയ്യിലുണ്ട്, ഞാൻ അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. പിന്നെ എന്തോ യൂട്യൂബില് ഓൾറെഡി വീഡിയോയിൽ ഇട്ടേക്കണേ പാട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് അടിക്കും. അപ്പൊ അതുകൊണ്ട് എനിക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയെന്ന് എനിക്കറിയില്ല. അപ്ലോഡ് ചെയ്യാം. എന്റെ കയ്യിൽ വീഡിയോ എന്റെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. അതിന്റെ ടെക്നിക്കൽ വശങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ. പറ്റിയില്ലെങ്കിൽ ചെറിയ ഏതെങ്കിലും ഷോർട്സിലൊക്കെ ഞാൻ ആഡ് ചെയ്യാം കേട്ടോ കല്യാണ വീഡിയോ. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഞാനും പ്രശാന്ത് ഏട്ടനും. നേരെ ഇതാണോ ഹരിതേച്ചി, ഇതാണോ പ്രശാന്ത് എന്ന് തോന്നും. അതുപോലെയാണ് വീഡിയോയിൽ ഇരിക്കണേ. ഭയങ്കര എൻ്റർലി ഡിഫറെന്റ് ആണ്. അപ്പൊ എന്തായാലും കല്യാണ വീഡിയോ ഇടാം. 12 വർഷം മുമ്പുള്ള വീഡിയോ ആണ്, ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല. എന്തായാലും ചോദിച്ച സ്ഥിതിക്ക് ഞാൻ ഇടാൻ ട്രൈ ചെയ്യാം കേട്ടോ. പിന്നെ ലവ് ഫ്രം തമിഴ്നാട്. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഹർഷ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ടിൽ നിന്നാണ്. ഹർഷ, അപ്പൊ ഞാൻ എന്തായാലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ താങ്ക് യു. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഐശ്വര്യ ശ്രീ എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ടിൽ നിന്നാണ് കേട്ടോ. ഐശ്വര്യ ശ്രീ ചോദിച്ചിരിക്കുന്നത്, ഹായ് ചേച്ചി, 4 ആൾക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്ക് നല്ല സുഖാണ്, സന്തോഷമായിട്ട് പോണു. ഐശ്വര്യക്ക് സുഖാണോ? അപ്പം ഏജ്, അതായത് എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് 1994 ജനുവരി 25 ആണ് കേട്ടാ. അപ്പൊ എനിക്ക് 2026 ആവുമ്പോഴത്തേക്കും 32 ഏജിലേക്ക് കടക്കും. പിന്നെ ഫ്രിഡ്ജ് ടൂർ ചെയ്യാമോ? ഫ്രിഡ്ജ് ടൂർ ചെയ്യാം. എന്താണെന്നറിയോ ഫ്രിഡ്ജ് ടൂർ ചെയ്യാത്തത്? ഫ്രിഡ്ജിൽ അധികം ഐറ്റംസ് ഒന്നും ഇല്ല. ഞാൻ ഈ ബേക്കറി ഐറ്റംസ് അല്ല, കൂൾ ഡ്രിങ്ക്സ് ഒന്നും അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല. കുട്ടികൾക്ക് കൂൾ ഡ്രിങ്ക്സ് ഒന്നും അധികം വാങ്ങിച്ചു കൊടുക്കാറില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഐറ്റംസ് അധികം ഇല്ല. പിന്നെ പച്ചക്കറി ആണെങ്കിലും നമ്മൾ ആഴ്ചയിൽ നമ്മുടെ ആവശ്യത്തിന് വേണ്ട പച്ചക്കറി കുറച്ചാണ് വാങ്ങിക്കുന്നത്. അപ്പൊ അതൊന്നും കുത്തി നിറച്ച് വെക്കാൻ പാകത്തിന് ഫ്രിഡ്ജില് അത്യാവശ്യം സാധനങ്ങളൊന്നുമില്ല. പിന്നെ പാല്, തൈര്, അങ്ങനെ എന്തെങ്കിലും ഐറ്റംസ് ആണ് ഫ്രിഡ്ജിൽ ഉണ്ടാവുക. കുറച്ച് ഫ്രൂട്ട്സ് ആണെങ്കിലും ഞാൻ എപ്പോഴും ഫ്രിഡ്ജിൽ വെക്കാറില്ല. ആവശ്യത്തിന് പോയി വാങ്ങാൻ ചെയ്യാം. നമ്മൾ ജിമ്മിൽ പോയിട്ട് വരുമ്പോൾ 2-3 ദിവസത്തേക്കുള്ള പഴവും ആപ്പിളും കാര്യങ്ങളും വാങ്ങിച്ചിട്ട് പോന്നാൽ അതങ്ങനെ പുറത്ത് വെക്കും, നമ്മുടെ ഡൈനിങ് ടേബിളിൽ വെക്കും. അപ്പൊ കാണുമ്പോഴേ എടുത്ത് കഴിക്കുള്ളൂ. ഫ്രിഡ്ജിലാവുമ്പോൾ കുട്ടികൾ ഫ്രിഡ്ജ് തുറക്കില്ല. എല്ലാ വീട്ടിലത്തെയും പോലെയല്ല, ഇവിടെ ഫ്രിഡ്ജ് എന്ന് പറയുന്ന സംഭവം ഞാൻ മാത്രമേ തുറക്കുള്ളൂ. ഞാൻ കുറെ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ എല്ലാവരും വെറുതെ ഒരു സമാധാനത്തിന് ഫ്രിഡ്ജ് ഒന്ന് തുറന്നു നോക്കണത്. അത് ഇവിടെ ഇല്ല പരിപാടി. എന്താന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ ഞങ്ങൾ അങ്ങനെ ഒന്നും ആവശ്യമുള്ള അത്യാവശ്യം സംഭവങ്ങളല്ലാതെ ഒന്നും സൂക്ഷിക്കാറില്ല. പച്ചക്കറികളായാലും അധികം വാങ്ങാറില്ല. വാങ്ങുന്ന കുറച്ച് സംഭവങ്ങളാണ് അതിലുള്ളൂ. അതെന്തായാലും ഇനി ഫ്രിഡ്ജ് ടൂർ ചെയ്യാൻ വേണ്ടി കുറച്ചധികം പച്ചക്കറി ഞാൻ വാങ്ങിച്ചിട്ട് അറേഞ്ച് ചെയ്ത് കാണിക്കേണ്ടി വരും. ഫ്രിഡ്ജിൽ ഞാൻ കണ്ടെയ്നേഴ്സ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ്, തുണി കവർ പോലത്തെ സംഭവങ്ങൾ, പച്ചക്കറിയും സംഭവങ്ങളൊക്കെ ഇട്ട് വെക്കാനുള്ളത് അതൊക്കെ വീട് പണിക്ക് മുമ്പേ ഞാൻ വാങ്ങിച്ചു വെച്ചു. പക്ഷെ അതിൽ പകുതി മുക്കാല് എണ്ണം യൂസ് ചെയ്യണില്ല. പിന്നെ കുറെ വെള്ളം കുപ്പി നിറച്ച് വെച്ചിട്ടുണ്ട്. ഇവിടെ ആരും തണുത്ത വെള്ളം കുടിക്കില്ല. പുറത്തുനിന്ന് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മുടെ പറമ്പിൽ പണിക്കൊക്കെ നമ്മുടെ കൂടെ ഉള്ള ഹിന്ദി ആൾക്കാരുണ്ട്. അപ്പൊ അവരെയൊക്കെ വിളിക്കുമ്പോൾ അവർക്ക് തണുത്ത വെള്ളം വേണം. അപ്പൊ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വെള്ളം നിറച്ചു വെക്കും ഫ്രിഡ്ജില്. ഐസ് ക്യൂബ്സ് വെക്കും. പിന്നെ വല്ല ഷെയ്ക്കൊക്കെ അടിക്കണമെങ്കിൽ പാല് ഫ്രിഡ്ജിൽ വെക്കും. അങ്ങനെയൊക്കെ ചെയ്യലുള്ളൂ. ഫ്രിഡ്ജിൽ അധിക സാധനങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഫ്രിഡ്ജ് ടൂർ ചെയ്യാത്തത്. ഇനി എന്തായാലും അതിനുവേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഞാൻ ഫ്രിഡ്ജ് ടൂർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഫ്രിഡ്ജ് ടൂർ ചെയ്യാം. വേറെ ഒന്നും ചോദിക്കാനില്ല കേട്ടോ. ഒരുപാട് ഇഷ്ടമാണെന്ന്, സന്തോഷം. ഇഷ്ടമാണെന്ന് അറിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. തിരിച്ചും ഇഷ്ടാട്ടാ. അപ്പൊ ഐശ്വര്യശ്രീയുടെ ക്വസ്റ്റ്യൻസ് അതൊക്കെയായിരുന്നു. പിന്നെ ദേവനന്ദ എന്ന് പറഞ്ഞിട്ട്, ദേവനന്ദ ഷിജു ചേച്ചീന്റെ എല്ലാ വീഡിയോസും കാണാറുണ്ട്.
ഒന്നുപോലും മിസ്സാക്കിയിട്ടില്ല. വ്ളോഗ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികൾ എത്രയിലാണ് പഠിക്കുന്നത്? താങ്ക് യു സോ മച്ച്. ഇഷ്ടാന്ന് ഓരോരുത്തരും നമ്മളോട് ഇഷ്ടാന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടാ. ചില കമന്റ്സ് ഒക്കെ നമ്മൾ കാണാണ്ട് പോയിട്ട് എനിക്ക് പിന്നെ ഞാൻ വെറുതെ ഓരോ വീഡിയോസ് എടുത്ത് കമന്റ് വീണ്ടും നോക്കും. നമ്മൾ ആർക്കും കമന്റ്സ് റിപ്ലൈ കൊടുക്കാണ്ടിരിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും നോക്കും. അപ്പോഴാണ് ചിലപ്പോൾ കമന്റ്സ് കാണാം. അപ്പൊ നിങ്ങൾ കമന്റ്സിന് റിപ്ലൈ കിട്ടില്ല എന്ന് വിഷമിക്കരുത്. എനിക്ക് എല്ലാ കമന്റ്സിനും റിപ്ലൈ കൊടുക്കണം എന്നാണ് എന്റെ ആഗ്രഹം. അപ്പൊ എന്തെങ്കിലും നമ്മൾ കാണാണ്ടൊക്കെ പോയാൽ ക്ഷമിക്കണം കേട്ടാ. അപ്പം ഇഷ്ടാന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. വീഡിയോസ് ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് കണ്ടോളൂ. പിന്നെ എന്താ ചോദിച്ചത്? കുട്ടികൾ എത്രയല്ല പഠിക്കണേന്ന്. മൂത്ത മോൻ നമശിവാണ്. നമശിവ് പഠിക്കുന്നത് 6ലാണ്. CKM-NSS ചാലക്കുടി സ്കൂളിലാണ് പഠിക്കുന്നത്. അതെന്തുകൊണ്ട് അത്ര അകലെ ചേർത്തേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ വീട് പോട്ടയിലാണ്, ചേട്ടന്റെ വീട് നെല്ലായിയാണ്. അപ്പൊ 2 സ്ഥലത്തു നിന്നും പോകാൻ പറ്റുന്ന രീതിയിൽ ചേർത്തിയതാണ്. അവനെ ചേർത്തുമ്പോ ഞാൻ നോക്കിയത് എന്താന്ന് വെച്ചാൽ എന്റെ വീട്ടിൽ നിന്നിട്ട് എനിക്ക് എന്റെ പ്രസവ സമയത്തൊക്കെ ഞാൻ എന്റെ വീട്ടിലായിരിക്കല്ലോ. അപ്പൊ അവിടെ നിന്നും വിടാൻ പറ്റുന്ന ഒരു സ്കൂൾ, അങ്ങനെ നോക്കിയിട്ട് 2 സൈഡിൽ നിന്നും വിടാൻ പറ്റുന്ന സ്കൂൾ എന്നുള്ള രീതിയിലാണ് CKM-NSS ചേർത്തിയത്. CBSE ആണ്. അപ്പൊ നമശിവാണ് മൂത്ത മോൻ. അവൻ 6ലാണ് പഠിക്കുന്നത്. താഴെയുള്ള കുട്ടി ജാനകി എന്നാണ് പേര്. ജാനകി പഠിക്കുന്നത് 2nd സ്റ്റാൻഡേർഡിലാണ്. CKM-NSS തന്നെയാണ്. അങ്ങനെയാണ് കുട്ടികളുടെ കാര്യങ്ങൾ കേട്ടാ. അപ്പോ അത്രേ ഉള്ളൂ. പിന്നെന്താ, കുട്ടികൾ പഠിക്കുന്ന ഫേവറേറ്റ് യൂട്യൂബേഴ്സ് ആരൊക്കെയാണെന്ന്. എന്റെ ഫേവറേറ്റ് യൂട്യൂബേഴ്സ് എന്ന് വെച്ചാൽ ഞാൻ അധികം ആൾക്കാരെ ഒന്നും യൂട്യൂബ് കാണാറില്ല. ഞാൻ മെയിൻ ആയിട്ട് ഈ കുക്കിംഗ് വ്ളോഗുകളൊക്കെയാണ് കാണാം. അതിൽ ആ ചേട്ടന്റെ പേര് എന്തുട്ടാണോ, ഒരു മുടി കുറച്ച് കുറവായിട്ടൊരു ചേട്ടനില്ലേ, അയ്യോ ഞാനത് ഒന്ന് നോക്കട്ടെ കേട്ടാ. കിട്ടിട്ടാ. ഷാൻജിയോ എന്ന് പറഞ്ഞ ഈ ചേട്ടനാണ് എന്റെ കുക്കിങ്ങിലെ ഗുരു. എന്റെ വീട്ടിലെ ഗുരുക്കൾ കഴിഞ്ഞാൽ പിന്നെ ഈ ചേട്ടനാണ് എന്റെ കുക്കിങ്ങിലെ ഗുരു. എനിക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ നോക്കിയാൽ അപ്പൊ ഈ ചേട്ടന്റെ ചാനൽ എടുക്കും, അതിൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയത്. മിക്ക സാധനങ്ങളും ഈ ചേട്ടൻ സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങളും നല്ല ഹെവി ആയിട്ടുള്ള എല്ലാ ഐറ്റംസും ഈ ചേട്ടൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ പറഞ്ഞു തരുന്നതും ഭയങ്കര നമുക്ക് മനസ്സിലാവുന്ന രീതിയിലാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ഈ ചേട്ടനാണ്, ഈ ചേട്ടന്റെ വ്ളോഗാണ്, വീഡിയോസ് ആണ് ഞാൻ കൂടുതൽ കാണാറ്, കുക്കിംഗ് വീഡിയോസ്. പിന്നെ എനിക്ക് ഇഷ്ടമുള്ള ഫേവറേറ്റ് യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞാൽ ഗ്ലാമി ഗംഗ. ആളുടെ ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കാണാറുണ്ട്. യൂട്യൂബിൽ ഞാൻ ഒരുപാട് സമയം ചെലവഴിക്കുന്ന ആളല്ല. പാട്ടുകളാണ് യൂട്യൂബിൽ. ഞാൻ ഇപ്പൊ നമുക്ക് വൈഫൈ ഉള്ളത് കൊണ്ട് രാവിലെ തൊട്ട് ഞാനൊരു ബ്ലൂടൂത്ത് സ്പീക്കറിൽ, എന്റെ പഴയ ഒരു ഫോണുണ്ട്, അതിൽ ഞാൻ ഒരു വിവോ ഫോണുണ്ട്, അതിൽ ഞാൻ പാട്ടുകളാണ് വെക്കുക. അപ്പൊ അതിൽ യൂട്യൂബേഴ്സ് എന്ന് പറയാനല്ല, എനിക്ക് യൂട്യൂബിൽ എനിക്ക് കണക്ട് ചെയ്യുന്നത് സോങ്സ് ആണ് ഞാൻ വെക്കുക. നല്ല നല്ല ഇടത്തരം ഏത് പാട്ട് അടിച്ചാലും നമുക്ക് കിട്ടുമല്ലോ, ഇടത്തരം സോങ്സ് വെക്കും. അപ്പൊ എന്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ട് ഇപ്പൊ യൂട്യൂബിൽ എനിക്ക് പാട്ട് അടിക്കണ്ട. രാവിലെ 5 മണിക്ക് യൂട്യൂബ് എടുത്താൽ ഫസ്റ്റ് എന്നെ കാണിച്ചു തരാൻ നല്ല പാട്ടുകളുടെ വീഡിയോസ് ആണ്. അപ്പൊ ഞാൻ ആ പാട്ട് അവിടെ വെച്ചിട്ടാണ് പണികൾ തുടങ്ങാൻ. നിങ്ങളുടെ വീഡിയോസ് കാണുന്നവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അപ്പൊ കൂടുതൽ ഞാൻ യൂട്യൂബ് യൂസ് ചെയ്യുന്നത് എന്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യണം, അതിന്റെ കമന്റ്സ് നോക്കാനും അതിനെല്ലാവർക്കും റിപ്ലൈ കൊടുക്കണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് വേറെ ഒന്നും നോക്കാനുള്ള ടൈം എനിക്ക് അധികം കിട്ടാറില്ല. എഡിറ്റിങ്ങിനൊക്കെ ഒരുപാട് ടൈം വേണമല്ലോ. എന്റെ വീഡിയോസ് എല്ലാം എഡിറ്റ് ചെയ്യണതും ഷൂട്ട് ചെയ്യണതും എല്ലാം ഞാൻ തന്നെയാണ്. അപ്പൊ അതിനൊക്കെ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമിനൊക്കെ ഒരു സ്വഭാവം ഉണ്ട്. ഫേസ്ബുക്കിലാണെങ്കിലും റീൽസ് വീഡിയോസ് ഒക്കെ കണ്ടുകൊണ്ടിരുന്ന അങ്ങനെ സമയം പോകും, വൈകുന്നേരം ആയാലും അറിയില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അതിന് വേണ്ടി ടൈം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അധികം അങ്ങനെ വീഡിയോസ് കാണാറില്ല ഞാൻ. പിന്നെ സമയം കിട്ടണമില്ല. പണ്ടൊക്കെ കാണാറുള്ളതാണ്. ഗ്ലാമി ഗംഗയുടെ കാണാറുണ്ട്. പിന്നെ ഇതുപോലെ കുക്കിംഗ് ചാനലുകൾ, വേറെ കുറെ കുക്കിംഗ് ചാനലുകൾ ഉണ്ട്, പക്ഷെ അതിന്റെ ഒന്നും പേര് ഓർമ്മയില്ല. പിന്നെ ഇപ്പൊ റീസെന്റ് ഈ ചേട്ടന്റെ ആണ് മിക്ക സംഭവങ്ങളും ഉണ്ടാക്കണതിന്റെ റെസിപ്പീസ് നോക്കാറുള്ളത്. നമുക്ക് അറിയാത്ത സംഭവങ്ങളുണ്ടല്ലോ. ഇപ്പൊ നമ്മൾ അധികം എപ്പോഴും വെക്കാത്ത സാധനങ്ങൾ, ഇപ്പൊ ബിരിയാണി ഇതൊന്നും ഞങ്ങൾ എപ്പോഴും വെക്കില്ല, ഇവിടെ അധികം താല്പര്യമില്ല. പക്ഷെ ഫ്രൈഡ് റൈസ് ഒക്കെ ഇഷ്ടമാണ്. അപ്പൊ ഇടയ്ക്ക് അതൊക്കെ ഈ ചേട്ടൻ്റെ നോക്കിയിട്ടാണ് ഞാൻ ആ ചപ്പാത്തി ബാലൻസ് വരുമ്പോ ചപ്പാത്തി നൂഡിൽസ് ഉണ്ടാക്കി. ഞാൻ അതിന്റെ വീഡിയോ ഇട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അതിന്റെ വീഡിയോ എടുത്തിട്ടില്ല ഞാൻ. ചപ്പാത്തി തലേ ദിവസം ബാലൻസ് വന്നപ്പോഴേ ചപ്പാത്തി നൂഡിൽസ് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അപ്പൊ അത് എങ്ങനെയാ ഉണ്ടാക്കണേന്ന് ഞാൻ ഈ ചേട്ടൻ്റെ നോക്കിയിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പൊ ഇവർ രണ്ടുപേരാണ് എന്റെ ഫേവറേറ്റ് യൂട്യൂബേഴ്സ്. പിന്നെയും എനിക്ക് ആരൊക്കെയോ ഉണ്ട് യൂട്യൂബേഴ്സ് ഇഷ്ടമുള്ളത്, അവരെ പേരൊന്നും എനിക്ക് അത്ര ഓർമ്മയില്ല. അങ്ങനെ ഇവരാണ് കൂടുതൽ ഞാൻ കാണുന്നത്. ഗ്ലാമി ഗംഗയുടെ എന്തോ എനിക്ക് അവള് എങ്ങനെയാണോ അങ്ങനെ സംസാരിക്കണ പോലെ തോന്നാറുണ്ട്. അപ്പൊ ഗ്ലാമി ഗംഗ ഇഷ്ടമാണ്. പിന്നെ അതുപോലെ തന്നെ അവരുടെ ആ ഫ്രണ്ട് സർക്കിളിലുള്ള കുറച്ച് യൂട്യൂബേഴ്സ് ഇല്ലേ, പേര് ചോദിച്ചാൽ എനിക്ക് അത്രയും അറിയില്ല.
ഞാൻ അങ്ങനെ പേര് നോക്കിയിട്ടല്ല, നമ്മൾ ഇങ്ങനെ സജഷൻസ് ആയിട്ട് വീഡിയോസ് വരുമല്ലോ, അപ്പൊ അതിലത്തെ സബ്ജക്ട് നോക്കിയിട്ട് എനിക്ക് ഇഷ്ടാവുന്ന രീതിയിലുള്ളത് വെക്കും. ഇഷ്ടമായ അത് തുടർന്ന് കാണും, ഇല്ലെങ്കിൽ അത് ഇതാക്കി അടുത്തത് കാണാം. അങ്ങനെ 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 ഇപ്പൊ കാണാനും കുറെ സമയം കിട്ടാത്തതുകൊണ്ടാണ് ഇപ്പൊ പേര് എടുത്തെങ്കിൽ പറയാൻ കിട്ടാത്തത് കേട്ടാ. മുമ്പ് ഞാൻ കണ്ടിരുന്നു, ഇതൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് കുറെ വീഡിയോസ് കണ്ടിരുന്നു. ഇതിപ്പോ എനിക്ക് ക്ലാമി ഗംഗയുടെയും ഈ ചേട്ടന്റെ ആണ് എനിക്ക് ഓർമ്മയിൽ വരുന്നത്. നിക്ക് ഞാൻ എന്റെ ഹോം എടുത്ത് കാണിച്ചു തരാം. ഞാൻ ഹോം എടുക്കുമ്പോ തന്നെ എനിക്ക് വരുന്നത് സോങ്സ് ആണ്. കണ്ടോ, സോങ്സ് ആണ് എനിക്ക് വരിക. ഞാൻ എന്റെ ഇത് എടുക്കണ വശം ഫസ്റ്റ് എനിക്ക് സോങ്സാ വരിക. എന്താ വെച്ചാൽ ഞാൻ കൂടുതൽ സോങ്സാ വെക്കണേ. പിന്നെ പിന്നെ ഞാൻ കാണാറുള്ളത് പാട്ടുകളൊക്കെ തന്നെയാ വരണേ. ഇതേ കണ്ടോ, എന്തോരം മാറ്റിയാലും പാട്ടുകൾ തന്നെയാ വരണേ. ഫുള്ള് സോങ്സ് ആണ് വരുന്നത്. പിന്നെ ഞാൻ പിന്നെ ഇടയ്ക്കൊക്കെ അങ്ങനെ കറന്റ് അഫയേഴ്സ് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ അങ്ങനത്തെ ചാനലുകൾ നോക്കാറുണ്ട്. കണ്ടോ, മാറ്റുമ്പോഴൊക്കെ പാട്ടുകൾ തന്നെയാ വരുന്നത്. പേളിമണി, പേളിമണിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വിട്ടുപോയതാട്ടാ. പേളിമണിയുടെ ഇപ്പൊ ഇതിൽ വന്നപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്. പേളിമണി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവര് ഫാമിലിയും അവരെ കുട്ടികളും ആ ഒരു വ്ളോഗിങ് സ്റ്റൈലും അതൊക്കെ നാച്ചുറലി ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ. അത് എഡിറ്റ് ചെയ്യും, അഫ്കോഴ്സ് നമുക്ക് അതിൽ തെറ്റുകൾ വന്നത് എഡിറ്റ് ചെയ്തൊക്കെ കളയുണ്ടാവും. പക്ഷെ എന്തോ പേളിമണിയുടെ സംസാരം, ആളുടെ ഒരു ബോൾഡ്നെസ് ഒക്കെ എനിക്ക് പണ്ടേ ഇഷ്ടമാണ്. ബിഗ് ബോസ് ഞാൻ കണ്ടിട്ടില്ലേ പേളിമണി പോയിട്ട്, പക്ഷെ ഇങ്ങനെ ചെറിയ ക്ലിപ്സ് ഒക്കെ കണ്ടിട്ടുണ്ട്. അന്നൊന്നും ഞാൻ ബിഗ് ബോസ് കാണാറില്ല. ഇപ്പൊ പിന്നെയും ഇടയ്ക്കൊക്കെ കാണും. ഇടയ്ക്കെന്നല്ല, എപ്പിസോഡ്സ് കാണാൻ ഇഷ്ടം, അല്ലാണ്ട് ഫുള്ള് ഇരുന്ന് കാണാൻ എനിക്ക് സമയമില്ല. അപ്പൊ പേളിമണി എനിക്ക് നല്ല ഇഷ്ടമാണ്. ശ്രീനിഷ്, പേളിമണി, അവരുടെ 2 കുട്ടികള്, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവരൊക്കെയാണ് എന്റെ യൂട്യൂബിലത്തെ ഫേവറേറ്റ്സ്. അയ്യോ, എവിടെ പോയി? കമന്റ്സ് എടുക്കട്ടെ കേട്ടാ. അങ്ങനെയാണ്. യൂട്യൂബേഴ്സ് ആരൊക്കെയാന്ന് പറയാമോ? ആ, പിന്നത്തെ ആ കുട്ടി തന്നെ, ആ കുട്ടിയുടെ പേര് ദേവനന്ദ ഷിജു എന്ന് പറഞ്ഞ കുട്ടി തന്നെ വേറൊരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചിട്ടുണ്ട്. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് എപ്പോഴാണ് തോന്നിയത്? എനിക്ക് കുറെ കാലമായിട്ട് തോന്നിയേക്കണ്ട. എത്ര കാലമായിന്ന് ചോദിച്ചാ എനിക്കറിയില്ല. എന്റെ മോളുണ്ടായപ്പോ തൊട്ടേ എനിക്ക് യൂട്യൂബ് ചാനൽ, അതായത് അവള് കുഞ്ഞിതിലേ തൊട്ട് അവള് ഭയങ്കര ആക്റ്റീവ് ചൈൽഡ് ആണ്. കുഞ്ഞിതിലേ തൊട്ട് ഓരോന്നൊക്കെ കാണിക്കുമ്പോൾ ഞാൻ അവളുടെ വീഡിയോസ് ഇങ്ങനെ എടുത്ത് വെക്കും. പിന്നെ ഞാൻ കുറെ മീനെ വളർത്തിയിരുന്നു, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഗപ്പികള്, മോളികൾ, അങ്ങനത്തെ മീനുകളൊക്കെ വളർത്തിയിരുന്നു. അപ്പൊ എന്റെ പണ്ടത്തെ ഒരു ചാനൽ ഉണ്ട്, അതിൽ കുറെ മീൻ പ്രസവിക്കുന്നതും മീൻ മുട്ടയിടുന്നതും പിന്നെ മീനുകളെ ഇതാക്കുന്നതും അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഇട്ടിട്ടുണ്ട് ഞാൻ. പക്ഷെ അത് സീരിയസ് ആയിട്ടൊന്നും തുടങ്ങിയതല്ല, ഇതിനെ കുറിച്ച് അറിഞ്ഞിട്ടൊന്നും തുടങ്ങിയതല്ല. അപ്പൊ ഞാൻ വീടിന്റെ കൺസ്ട്രക്ഷൻ തുടങ്ങിയപ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, എന്തായാലും വീട് പണി കഴിയുമ്പോൾ ഫ്രഷ് ആയിട്ട് ഒരു ചാനൽ തുടങ്ങണം എന്ന് മുമ്പേ കൂട്ടി വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ആ വീട് പണി ഞങ്ങൾ 1 വർഷം എടുക്കും എന്ന് വിചാരിച്ച വീട് പണി 2 വർഷം എടുത്തു, 3 വർഷം എടുത്തു, പിന്നെ 4 വർഷം. 4 വർഷത്തിന് തൊട്ട് മുമ്പായിട്ട് ഞങ്ങൾ കയറിയത്. ഫെബ്രുവരിയിലാണ് ഞങ്ങൾ കയറിയത് വീട്ടില്. അപ്പൊ ഇപ്പൊ ഒരു 6-7 മാസമായി കയറിയിട്ട്. അപ്പൊ ഞാൻ എന്താ പറയാ, അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഈ വീട്ടിൽ കയറി കഴിയുമ്പോൾ ഫ്രഷ് ആയിട്ട്, അതായത് ഇവിടുത്തെ ആംബിയൻസും കാര്യങ്ങളും ചെടികളൊക്കെ ആയിട്ട്, അതാണെങ്കിലും കാണാൻ നല്ല ഇതുണ്ടല്ലോ, ഒരു പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ. അപ്പൊ എന്തായാലും ഇവിടെ നിന്ന് നമുക്ക് ഫ്രഷ് ആയിട്ട് ഒരു പോസിറ്റീവ് ആയിട്ട് അങ്ങോട്ട് തുടങ്ങാന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങള് കൂട്ടുകുടുംബമായിട്ടാണ് ജീവിച്ചിരുന്നത്. അപ്പൊ അവർക്ക് അങ്ങനെ വീഡിയോസ് കാര്യങ്ങളൊന്നും അവർ ഉൾപ്പെടുന്നതൊന്നും അങ്ങനെ താല്പര്യമുള്ള ആൾക്കാരൊന്നും അല്ല. അപ്പൊ നമുക്കൊരു ഇത് കിട്ടിയിട്ട് തുടങ്ങാന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ അങ്ങനെ ഇവിടെ എത്തിയപ്പോ തൊട്ട് ചെറിയ ചെറിയ വീഡിയോസ് ആയിട്ട് ഇട്ട് തുടങ്ങി. പിന്നെ ഞാൻ തുടക്കത്തിലേ തൊട്ട് സീരിയസ് ആയിട്ട് എടുത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ സക്സസ് ആയി എന്ന് പറയാം. അങ്ങനെ ഇപ്പൊ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തുടങ്ങിയിട്ടൊക്കെ കുറേ നാളായി. മോളുണ്ടായ സമയം തൊട്ടേ തോന്നുന്നുണ്ട്. പക്ഷെ ഇത് സീരിയസ് ആയിട്ട് കണ്ട് ഞാൻ എടുത്തത് ഒരു 4 വർഷം മുമ്പ്. ഇതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെറുതായിട്ട് നോക്കി തുടങ്ങി, എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങേണ്ടത്, അതില് എങ്ങനെ നമ്മൾ എങ്ങനെയാണ് വീഡിയോസ് ഏതൊക്കെ സമയത്താണ് എത്ര ദിവസം ഇടവിട്ടൊക്കെയാണ് പോസ്റ്റ് ചെയ്യേണ്ടത്. അതങ്ങനെ അങ്ങനെയൊന്നും ഇല്ല, അതിന് ഒരു രേഖയൊന്നും ഇല്ല. നമ്മുടെ സൗകര്യം അനുസരിച്ചാണ് നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യേണ്ടത്. ആ പോസ്റ്റ് ചെയ്യണ വീഡിയോ ഒരാഴ്ചയിൽ ഒരെണ്ണാണെങ്കിലും അത് കറക്റ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ നോക്കാറുണ്ട്, അതാണ് ചെയ്യാറ്. അപ്പൊ അങ്ങനെയാണ് യൂട്യൂബ് എനിക്ക് എന്നാണ് തുടങ്ങാനായിട്ട് തോന്നിയെന്നുള്ളതിനുള്ള ഉത്തരം. തോന്നി തുടങ്ങിയിട്ട് കുറെ നാളായി. തുടങ്ങാം എന്ന് തീരുമാനിച്ചത് വീട് പണി സ്റ്റാർട്ട് ചെയ്തപ്പോഴാണ്. പിന്നെ തുടങ്ങി അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം തീരുമാനിച്ച അതിനെന്തോ ഒരു വാശിയാണ്, എനിക്കത് ചെയ്യണം എന്ന് ഭയങ്കര വാശിയുള്ള കൂട്ടത്തിലാണ്. അപ്പൊ പിന്നെ ആരെങ്കിലും ഒന്ന് കളിയാക്കി തുടങ്ങി എനിക്ക് വാശി കൂടും ചെയ്യും. അപ്പൊ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി ഇൻസ്റ്റയിലൊക്കെ വീഡിയോസ് ഇട്ട് തുടങ്ങിയപ്പോൾ കുറെ ആൾക്കാർ, എന്റെ സുഹൃത്തുക്കളും നാട്ടുകാരൊക്കെ ആയിട്ട് കുറെ, എന്റെ കട്ടക്ക് നിന്ന ഇഷ്ടംപോലെ സുഹൃത്തുക്കളുണ്ട് കേട്ടാ. കട്ടക്ക് നിന്ന് എന്റെ സുഹൃത്തുക്കളുണ്ട്, കട്ടക്ക് നിന്ന് എന്റെ വീട്ടുകാരുണ്ട്, ഒക്കെ ഉണ്ട്. എന്റെ മക്കളൊക്കെ കട്ട സപ്പോർട്ടാണ്.
പക്ഷെ കളിയാക്കിയ ആൾക്കാരും ഉണ്ട്, അതെല്ലാവരും ഉണ്ടാവുമല്ലോ. പിന്നെ എനിക്ക് നല്ല തൊലിക്കട്ടിയാണ്, അതുകൊണ്ട് എനിക്ക് അതൊന്നും ഏറ്റില്ല. അപ്പൊ അങ്ങനെ കളിയാക്കുന്നോറും എനിക്ക് എനർജി കയറുക ചെയ്യുക. അന്നാ ഞാൻ കാണിച്ചു തരാം, ഞാൻ ഇനിയൊരു യൂട്യൂബർ ആയിട്ടുള്ളൂ കാര്യം എന്നുള്ള രീതിയിൽ ഞാൻ തുടങ്ങിയതാണ്. അപ്പൊ അങ്ങനെ എന്തോ ദൈവം സഹായിച്ച് ചെറിയ രീതിയിൽ നമ്മൾ സക്സസ് ആയി. അപ്പൊ അങ്ങനെയാണ് കേട്ടോ യൂട്യൂബ് തുടങ്ങിയത്. പിന്നെന്താ, ലവ് യു ചേച്ചി, ലവ് യു ടു. അപ്പൊ അങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ. അത് കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് അഞ്ജലി ചിക്കു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ടിൽ നിന്നാണ് കേട്ടോ. ചേച്ചി ഹെയർ സ്ട്രൈറ്റനിങ് ചെയ്യൂന്ന്. ഹെയർ സ്ട്രൈറ്റനിങ് ചെയ്യണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷെ എൻ്റെ ഈ കേളി ബേബി ഹെയർ ആയതുകൊണ്ട് പെട്ടെന്ന് സ്ട്രൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് എനിക്ക് ചേർന്നില്ലെങ്കിലോ എന്നുള്ളൊരു ഇതുണ്ട്. എനിക്ക് ഒരു ട്രീറ്റ്മെന്റ് ആയിട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ ഹെയറിന്റെ കാര്യം വരുമ്പോൾ അവിടെ എത്തുമ്പോഴേക്കും ഞാൻ പിന്നെ മുടി വെട്ടി ഇങ്ങോട്ട് തിരിച്ചു പോയി. ഹെയർ കട്ട് ചെയ്യണ എന്റെ കൂട്ടത്തില് വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാ പോയത്. പക്ഷെ എന്തോ അവിടെ എത്തി കഴിയുമ്പോൾ മനസ്സങ്ങോട്ട് മാറും, ഹെയർ കട്ട് മാത്രം ചെയ്ത് ഇങ്ങോട്ട് പോരും. എന്തായാലും ഒന്ന് നോക്കട്ടെ, എന്തെങ്കിലും ഒരു ഹെയർ സ്റ്റൈൽ നോക്കണം. എല്ലാവരും പറയുന്നുണ്ട് ചേച്ചി ഹെയർ സ്റ്റൈൽ ഒന്ന് മാറ്റൂ, ഹെയർ സ്റ്റൈൽ ഒന്ന് മാറ്റി പിടിക്കുന്നു പറയുന്നുണ്ട്. നോക്കി നോക്കാം. ഇനി നമുക്ക് ബാക്കി കമന്റ്സ് നോക്കാം കേട്ടോ. അത്രേ ഉള്ളൂ. Q&Aയിൽ എനിക്ക് ഇത്ര ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളൂ. പിന്നെ കമന്റ്സ് നോക്കാം. പിന്നെ ഡ്രസ്സുകളെ കുറിച്ചൊക്കെ കമന്റ്സ് വരാറുണ്ട്. ഇപ്പൊ വീട്ടിലിടണം, ഇപ്പൊ ഇതും ഈ പാവാടിയും, ഒരു പാവാടയാണ് താഴെ ഇട്ടേക്കണേ കേട്ടോ. അപ്പൊ ഇതാണെങ്കിലും മീഷോന്ന് എടുത്തതാണ്, ഈ പാവാടയാണെങ്കിലും മീഷോന്ന് എടുത്തതാണ്. ഡ്രസ്സൊക്കെ നന്നായി എടുക്കുന്ന ആളാണ് ഞാൻ. പക്ഷെ ചെറിയ വിലക്ക് അത്യാവശ്യം ക്വാളിറ്റിയിൽ കുറെ നാൾ ഇടാൻ പറ്റുന്ന ഡ്രസ്സുകളാണ് ഞാൻ എടുക്കാറുള്ളൂ. 2000 രൂപയുടെ ഒരു ഡ്രസ്സ് എടുക്കുന്നതിന് പകരം ഞാൻ 1000 രൂപയ്ക്ക് 3 ഡ്രസ്സ് എടുക്കും, അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഡ്രസ്സുകൾ ഞാൻ എടുക്കാറുണ്ട്. എനിക്ക് എന്തോ പണ്ടേ എനിക്ക് ഇഷ്ടമാണ്. കോസ്റ്റ്യൂം സെൻസ് ഉണ്ടെന്നാണ് എല്ലാവരും പറയണേ, കളർ സെൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ആൾക്കാർ, അറിയില്ല. എനിക്ക് എന്തോ ഡ്രസ്സുകൾ ഇഷ്ടമാണ്. ഡ്രസ്സുകളെ കുറിച്ച് ഞാൻ നന്നായി ചിന്തിക്കുന്ന ഒരാളാണ്. എനിക്ക് ചേർന്ന ഡ്രസ്സുകൾ ഇടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ മാറി മാറി ഓരോ ടൈപ്പ് ഡ്രസ്സുകളൊക്കെ ഇടാറുണ്ട്, വാങ്ങാറുണ്ട്. അപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന വീട്ടിലിടുന്ന ഡ്രസ്സുകൾ മിക്കതും ബനിയനും ഇതൊക്കെ ആണെങ്കിൽ നമ്മൾ മാക്സിന്നോ അവിടെ നിന്നൊക്കെ അങ്ങനത്തെ ഷോപ്പുകളിൽ നിന്ന് എടുക്കണ ടീഷർട്ട്സ് ആണ്. പിന്നെ മിഡി അതുപോലെ എന്താ പറയാ നൈറ്റ് ഡ്രസ് പോലെ നമുക്ക് 2 ടോപ്പും ബോട്ടവും സെറ്റ് ആയിട്ടൊക്കെ വരുന്ന ടൈപ്പ് സംഭവങ്ങളൊക്കെ ഞാൻ മീഷോന്നാണ് കൂടുതൽ എടുക്കാറ്. അതായത് മീഷോയിൽ പൊട്ട സാധനങ്ങൾ ഉണ്ടെന്ന് എനിക്കറിയാൻ, ഭയങ്കര തട്ടിപ്പൊക്കെ ഉണ്ട്. പക്ഷെ മീഷോയിൽ നോക്കി റിവ്യൂ ഒക്കെ ചെയ്ത് നോക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല നല്ല സാധനങ്ങൾ. ഞാൻ മീഷോയുടെ ഒരു ഇത് ഇട്ടിട്ടുണ്ടായിരുന്നു, മീഷോ ഹോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലൊക്കെ റേറ്റ് 300-400 താഴെ നിൽക്കുന്ന സാധനങ്ങളുടെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതുപോലെയുള്ള ഐറ്റംസ് ഞാൻ വാങ്ങുള്ളൂ. അത് അത്യാവശ്യം ഞാൻ പുറത്തേക്ക് ഇടും കുറെ. എന്നിട്ട് അത് ഏകദേശം ഒരു ഇനി ഇടാൻ പറ്റാത്തൊരവസ്ഥയാകുമ്പോഴാണ് വീട്ടിലിടുക. അപ്പൊ ഇതുപോലത്തെ 2-3 ടോപ്പ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി 200 താഴെയുള്ളൂ എന്ന് തോന്നുന്നു. 200 ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പോഴേ 200 കുറയും, അല്ലെങ്കിൽ ഒരു 210-230 അങ്ങനെ എന്തോ റേറ്റിന് എടുത്തത്. കുറെ കൊല്ലങ്ങളായി ഇത് എടുത്തിട്ട്. മോൾക്കൊരു 2-3 വയസ്സുള്ളപ്പോഴങ്ങാണ്ട് എടുത്ത ടോപ്പാണ് ഇത്. ഇപ്പൊ ഇവൾക്ക് 6 വയസ്സായി, ഇപ്പൊ 3 കൊല്ലമായില്ലേ. അപ്പൊ അങ്ങനെ മീഷോന്നാണ് ഡ്രസ്സുകൾ കൂടുതൽ എടുക്കുക. പിന്നെ സാരികൾ അങ്ങനെ ഇന്ന കടാന്നൊന്നുമില്ല. എവിടെയാണോ സാരി എടുക്കാൻ പോണേ അവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് നോക്കി എടുക്കണം, അത്രേ ഉള്ളൂ. ഇപ്പൊ സാരിയുടെ 2 ബോർഡറുള്ള ടൈപ്പാണ് എനിക്ക് കൂടുതൽ ഫേവറേറ്റ്. 2 സൈഡിൽ ബോർഡർ വരുമ്പോൾ ഇങ്ങനെ കുത്തി ഇടുമ്പോൾ നല്ല ഭംഗിയല്ലേ അങ്ങനെ. അത് പിന്നെ സാരിയെ ഉടുക്കാൻ അറിയും എന്ന് വെച്ചാൽ ഏത് പൊട്ട സാരിയും നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് ഉടുത്തു കഴിഞ്ഞാൽ ഭംഗി ഉണ്ടാവും എന്റെ വിശ്വാസം. അതുകൊണ്ടായിരിക്കും തോന്നണേ നല്ല ഭംഗി. പിന്നെ സാരിയും നല്ലത് നോക്കി സെലക്ട് ചെയ്യും നമ്മള്. എന്നാലും ഏത് സാരി ആണെങ്കിലും ഇപ്പൊ ബോർഡർ ഒക്കെ ഉള്ള സാരി ആണെന്ന് നല്ല സെറ്റപ്പ് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. അത് അങ്ങനെയാണ്. പിന്നെന്താ, ചുരിദാറ് എനിക്ക് കുറവാണ്. പിന്നെ എന്തെങ്കിലും ഇപ്പൊ ഗിഫ്റ്റ് ആയിട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ടൊരു ചുരിദാറിന്റെ മെറ്റീരിയൽ ഒക്കെ കിട്ടിയാൽ ഞാൻ സ്റ്റിച്ച് ചെയ്യുക. പിന്നെ ടോപ്പുകളാണെങ്കിൽ ഓൺലൈനായിട്ടും ഇപ്പൊ മീഷോന്ന് അങ്ങനെ, അല്ലെങ്കിൽ പിന്നെ ഞങ്ങളുടെ കൊടകര കടകളുണ്ട്, പുതുമ അങ്ങനത്തെ കുറച്ച് കടകളുണ്ട്, അവിടെ നിന്നൊക്കെ എടുക്കുക. ചാലക്കുടിയിലും ഉണ്ട് ഞങ്ങൾക്ക് കുറച്ച് പരിചയമുള്ള കടകൾ, അങ്ങനെ എടുക്കാം. എന്തുണ്ടെങ്കിലും കൊടകര ചാലക്കുടി അതാണ് മെയിൻ സാധനങ്ങൾ വാങ്ങാനായിട്ട് പോവുക. ഓൺലൈൻ ആണെങ്കിൽ എനിക്ക് മീഷോ ആണ് ഫസ്റ്റ്, പിന്നെയാണ് ഫ്ലിപ്കാർട്ടും ആമസോണൊക്കെ വരുന്നത്. ആമസോണിൽ എന്തോ ഒരു സാധനം വാങ്ങിച്ചിട്ട് എനിക്ക് റിട്ടേൺ പോളിസി ഇല്ല എന്ന് പറഞ്ഞിട്ട് അതെനിക്ക് റിട്ടേൺ ചെയ്യാനൊന്നും പറ്റില്ല. അതേ പിന്നെ ഞാൻ ആമസോണിൽ നിന്നൊന്നും വാങ്ങാറില്ല. അത് എല്ലാവർക്കും പൊട്ടല്ല ആമസോൺ ട്ടാ, എനിക്ക് ഒരു അങ്ങനത്തെ ചില സെന്റിമെന്റൽ അപ്രോച്ചുകളുണ്ട്. അപ്പൊ അങ്ങനെ അതാണ് ഡ്രസ്സുകളെ കുറിച്ച് പറയാനുള്ളത് കേട്ടോ. പിന്നെ വീടിനെ കുറിച്ച് കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. വീട് ചെയ്തത് ഫുൾ എൻ്റെ ഹസ്ബൻഡാണ്. ഇന്റീരിയർ, എക്സ്റ്റീരിയർ, സ്ട്രക്ചർ എല്ലാം, ലാൻഡ്സ്കേപ്പിംഗ്
എല്ലാം ചെയ്തത് ഹസ്ബൻഡാണ്. പിന്നെ ഈ ചെടികളെല്ലാം ഞങ്ങൾ മണ്ണുത്തി പോയിട്ടാണ് കൂടുതലും ചെടികൾ എടുത്തത്. പിന്നെ ഇപ്പൊ ഈ കോട്ടിയാടിന്റെ ആ ഇരിക്കുന്ന ഫിലോഡെൻഡ്രോൺ ഒക്കെ ഉണ്ടല്ലോ, പിന്നെ ഈ പടർന്ന് കയറിപ്പോയേക്കണ പോത്തോസ്, ഇവിടെ കയറി പോണ എല്ലാ പോത്തോസും ഓൾറെഡി ഞാൻ ഈ 4 വർഷം എടുത്തൂല്ലോ വീട് പണിയാൻ. അപ്പൊ തുടക്കത്തിലെ മുമ്പേ എൻ്റെ കുറേശ്ശെ ഉണ്ടായിരുന്ന ചെടികളെല്ലാം ഞാൻ കട്ട് ചെയ്ത് വേറെ വേറെ പിടിപ്പിച്ചാണ് കുറേ പോത്തോസും കുറേ ചെടികളും ആയത് 4 വർഷം കൊണ്ട്. പിന്നെ ഈ പ്ലാന്റ്സ് ഒക്കെ ഞങ്ങൾ വാങ്ങിച്ചതാണ്. ഇതുപോലത്തെ വലിയ പ്ലാന്റുകളൊക്കെ ഞങ്ങൾ മണ്ണുത്തിന്ന് എടുത്തതാണ്. പുറത്ത് വെച്ചേക്കണ ബോൺസായി പോലത്തെ ഫൈക്കസ്, ഉള്ളിൽ വെച്ചേക്കണ ഫൈക്കസ്, പിന്നെ ഈ സ്ട്രോബെറി പേര നമ്മുടെ നടുമുറ്റത്ത് വെച്ചേക്കണ മരം ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ഓരോ നഴ്സറിയിൽ നിന്ന് പോയി എടുത്തതാണ്. മിക്കതും നമ്മൾ മണ്ണുത്തിന്നാണ് എടുത്തത് കേട്ടോ. പോട്ടുകളാണെങ്കിലും മണ്ണുത്തിയിലൊരു അമ്മൂസ് പോട്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട്, അവിടെ നിന്നാണ് വലിയ പോട്ട്സ് എടുത്തത്. ചെറിയ പോട്ട്സ് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് എടുത്തു. പിന്നെ ഞങ്ങൾ മൂവാറ്റുപുഴ ക്രിസ് ബോട്ടിൽ ഗാർഡനിൽ പോയിണ്ടായി, അവിടെ നിന്നാണ് ഇത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള പോളിമർ ചട്ടികൾ എടുത്തത്. പിന്നെന്താ, പിന്നെ ഇത് ക്ലാഡിങ്ങിനെ കുറിച്ച് ചോദിച്ചാൽ ഇവിടെ കരിങ്കല്ല് ക്ലാഡിങ് ഉണ്ടോ ബാക്കിൽ, അതുപോലെ തന്നെ വെട്ടുകല്ല് ക്ലാഡിങ്ങും കരിങ്കല്ല് ക്ലാഡിങ്ങും ഇഷ്ടിക ക്ലാഡിങ് ആണ് വീട്ടിൽ ക്ലാഡിങ് ആയിട്ട് ചെയ്തേക്കണേ. പിന്നെ ഇൻഡോർ പ്ലാന്റ്സിന്റെ കെയറിംഗ് എന്ന് വെച്ചാൽ ഞാൻ ഓവർ കെയറിങ് ഒന്നും ചെയ്യാറില്ല. അതാണ് എൻ്റെ കെയറിങ് മെത്തേഡ്. ആവശ്യത്തിന് വെള്ളം കുറഞ്ഞു എന്ന് തോന്നുമ്പോൾ വെള്ളം എല്ലാത്തിനും ഒഴിച്ചു കൊടുക്കും. പിന്നെ ഒരു 6-7 മാസമൊക്കെ ആകുമ്പോഴാണ് അതിലെന്തെങ്കിലും വളം കുറവുണ്ടെന്ന് തോന്നിയാൽ എന്തെങ്കിലും വളം ചെയ്യും. മിക്കതും ഞാൻ ഈ അരി കഴുകിയ വെള്ളം, പിന്നെ ഈ മീനിന്റെ വെള്ളം മാറ്റില്ലേ, അതൊക്കെ ഇടയ്ക്ക് ഒഴിച്ചു കൊടുക്കുന്നതുകൊണ്ട് തന്നെ ചെടികൾക്ക് അങ്ങനെ ഓവർ വേറെ വളം ചെയ്യേണ്ട വരാറില്ല, ഇതുവരെ ചെയ്തിട്ടില്ല. പിന്നെ ചെടി പോട്ട് ചെയ്യുമ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാണകപ്പൊടി, എന്തെങ്കിലും ആട്ടുംകാട്ടോ എല്ലുപൊടിയോ അപ്പൊ കിട്ടണത് എന്താണോ വളം, ഇപ്പൊ കമ്പോസ്റ്റാ കിട്ടണമെന്ന് വെച്ചാൽ കമ്പോസ്റ്റ്, ചാണകപ്പൊടി, ചെറിയ നല്ല മണ്ണ് ഒക്കെ കൂടി മിക്സ്, കുറച്ച് ചകിരിച്ചോറ്, അങ്ങനെ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഒരു പോട്ടി മിക്സ് ഉണ്ടാക്കിയിട്ട് അതില് നമ്മൾ ചെടി പോട്ട് ചെയ്യണം, അത്രേ ഉള്ളൂ. പിന്നെ വെള്ളം ഓവറായിട്ട് നനയ്ക്കാറില്ല, ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കും അങ്ങനെ. പിന്നെ ഒരു ഫിഷ് ടാങ്ക് ചെയ്തിട്ടുണ്ട്. ഫിഷ് ടാങ്ക് പ്ലാന്റഡ് അക്വേറിയാണ് ചെയ്തേക്കണേ. അതിന് നല്ലൊരു പൈസ പൊടിഞ്ഞു. മെയിൻ്റനൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ, അതിന് ഫിൽട്രേഷൻ ഉണ്ട്, എന്നാലും ഇടയ്ക്ക് വെള്ളം മാറ്റി കൊടുക്കാറുണ്ട്. പിന്നെ നേരെ ഇവിടെ ചെടികൾ ഉള്ളത് കൊണ്ട് നമ്മൾ നേരെ സൂര്യപ്രകാശത്തിന്റെ താഴെ വെച്ച് അപ്പം കുറച്ച് ആളുകയൊക്കെ വരും, അപ്പം അതൊക്കെ കുറച്ച് റെഡിയാക്കി കളയണം. പിന്നെ വീട്ടിൽ ആ പണിക്കാരെ വെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ ഞാൻ ഡെയിലി ആരും പണിക്ക് വെച്ചിട്ടൊന്നുമില്ല. എനിക്ക് സഹായത്തിന് ഒരു ചേച്ചീനെ ഞാൻ ഒരു 2 മാസം കൂടുമ്പോഴൊക്കെ ഒരു ചേച്ചീനെ വിളിച്ചിട്ട് മൊത്തത്തിൽ പുറത്തെ ഇത് ക്ലീനിങ്ങും അകത്തെ ക്ലീനിങ്ങും മറ്റേ മാറാല കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിക്കാറുണ്ട്. പിന്നെ പറമ്പിൽ ഈ പുല്ലും കാര്യങ്ങളൊക്കെ വരുമല്ലോ, ബാക്കിൽ നമ്മുടെ ഫ്രൂട്ട്സ് ഗാർഡൻ ആണേ, നമ്മൾ ഈ സ്ഥലം വാങ്ങുമ്പോൾ ഒന്നും ഉണ്ടായില്ല ഇവിടെ. അപ്പൊ ആദ്യം നമ്മൾ ഫ്രൂട്ട്സിന്റെ അതിന്റെ വീഡിയോ എൻ്റെ ഉണ്ട് കേട്ടോ. ഫ്രൂട്ട്സ് ഗാർഡൻ സെറ്റ് ചെയ്യണതിന് മുമ്പ് പ്ലെയിൻ ആയിട്ട് കിടന്നിട്ട് അതിൽ മണ്ണടിച്ച്, ചോപ്പ മണ്ണടിച്ച് അതിൽ ചെറിയ ചെറിയ തൈകൾ വെച്ചപ്പോൾ എടുത്ത വീഡിയോ എൻ്റെ ഉണ്ട്. അതും ഇപ്പൊ ഉള്ള മരങ്ങളുടെ വീഡിയോ ആയിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്യാട്ടാ. അപ്പൊ അവിടെ ക്ലീൻ ചെയ്യാനൊക്കെ നമ്മുടെ സ്വന്തം ആൾക്കാരുണ്ട്, പ്രശാന്ത് ഏട്ടന്റെ സ്വന്തം ആൾക്കാരുണ്ട്, അവരെ വിളിച്ചിട്ട് ക്ലീൻ ചെയ്യിപ്പിക്കുക അടയ്ക്കാൻ. പിന്നെ ബാക്കി ക്ലീനിങ്ങിന് റോബോട്ട്, നമ്മുടെ റോബിക്കുട്ടനെ അറിയാലോ എല്ലാവർക്കും, അതുണ്ട്. പിന്നെ എൻ്റെ മക്കളും എല്ലാവരും കൂടി ചെയ്യും. പ്രശാന്താണ് ഇപ്പോൾ സമയം വളരെ കുറവായതുകൊണ്ട് പ്രശാന്താണൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും ചെയ്യും. എല്ലാം അടക്കി പറക്കി വെക്കാനൊക്കെ അവർക്ക് വലിയ ഇഷ്ടമാണ്. ഞാൻ എന്ത് ചെയ്താലും എൻ്റെ കൂടെ കൂടും. ഞാൻ കൂട്ടും, ഇപ്പൊ അവർ തന്നെ കൂടും. അപ്പൊ അങ്ങനെ പണികളൊക്കെ അങ്ങനെ പോണു. പിന്നെ എന്താ വീടിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നത്? കിച്ചണിലെ കുറച്ച് വീഡിയോസ് ചോദിച്ചിട്ടുണ്ട്. ഇപ്പം കണ്ടെയ്നേഴ്സ് എവിടെന്നാ വാങ്ങിച്ചത്? കിച്ചൺ കണ്ടെയ്നേഴ്സ് ഗ്ലാസിന്റെയും നമ്മുടെ വൈറ്റ് ടോപ്പ് വരുന്ന കണ്ടെയ്നേഴ്സ് ഒക്കെ ഉണ്ട്, ഗ്ലാസ് അല്ലാതെ ഫൈബറിന്റെ ഒക്കെ. അതൊക്കെ ഞങ്ങള് എറണാകുളം ഹോം സെന്റർ ആണോ ഹോം ഡെക്കർ ആണോ? ഹോം ഡെക്കർ അല്ലേ, ഹോം സെന്റർ ആണോ, ഹോം ഡെക്കോർ എന്നാന്ന് തോന്നുന്നു. ഹോം സെന്ററിൽ നിന്നാണ് വാങ്ങിച്ചത് എറണാകുളത്ത്. പിന്നെ ഞാൻ കുറച്ചൊക്കെ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഗ്ലാസിന്റെ ടിന്നുകളൊക്കെ മീഷോയിലും ഫ്ലിപ്കാർട്ടിലൊക്കെ കിട്ടില്ല, അതിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തിട്ടോ ചോദിച്ചിട്ടുണ്ടായേ, മറ്റേ കൗണ്ടർ ടോപ്പ് നാനോ വൈറ്റ് ആണ് ഇട്ടേക്കണേ. നയനാണ് അതിന്റെ എന്തോ വിത്തോ എന്തോ പറയില്ല അത്. പിന്നെ അത് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണോ അല്ലേന്നൊക്കെ ചോദിച്ചിരുന്നു. അത് അപ്പാപ്പ ക്ലീൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ കുന്നുകൂടി ഒന്നും ഇടാറില്ല. അപ്പാപ്പ നമ്മൾ തുടച്ച് വൃത്തിയാക്കി വിടും. അതുപോലെ എന്താ പറയാ, പാത്രങ്ങൾ എപ്പോഴും നമ്മൾ കഴുകി എടുത്ത് വെക്കും. അതുകൊണ്ട് അങ്ങനെ ഫുൾ ക്ലീൻ ആയിട്ട് എങ്ങനെയാ കിടക്കണേന്ന് ചോദിക്കാറുണ്ട്. അത് നമ്മൾ എടുക്കണ സാധനങ്ങൾ അപ്പാപ്പ എടുത്തു വെക്കും. അത് പിള്ളേരെ കൊണ്ടാണെങ്കിലും ഞാനാണെങ്കിലും അപ്പാപ്പ ചെയ്യും, അതുകൊണ്ടാണ്. പിന്നെ എന്താ നമ്മുടെ കിച്ചണൊക്കെ ഇത്രയും അധികം
ഓവർ ഇതായിട്ട് ഇരിക്കാത്തത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമ്മൾ ഈ വീട്ടിൽ കയറിയപ്പോ പ്രത്യേകിച്ച് വീട്ടിലേക്ക് എന്ന് പറഞ്ഞിട്ട് കുറെ പാത്രങ്ങളോ ഒരു സാധനങ്ങളോ ഒന്നും വാങ്ങിച്ചില്ല. നമ്മുടെ ഹൗസ് വാമിങ് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം വേണ്ട കുറച്ച് പാത്രങ്ങളൊക്കെ നമുക്ക് ഗിഫ്റ്റ് കിട്ടി. പിന്നെ നമുക്ക് ഇല്ലാത്ത ഇപ്പൊ ചീനച്ചട്ടി, പിന്നെ കുക്കറൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത്യാവശ്യം വേണ്ട, ഞാൻ പറഞ്ഞില്ലേ ഇഡ്ഡലി പാത്രം നാളെ വാങ്ങിച്ചത് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞില്ലേ, അതുപോലെ പുട്ടുകുറ്റി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മാത്രമേ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾക്ക് കിട്ടിയ ആ ഗിഫ്റ്റ് കിട്ടിയ പ്ലേറ്റുകൾ അങ്ങനെ അതൊക്കെ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യണത്. അപ്പൊ അതുകൊണ്ട് ഓവർ പാത്രങ്ങളില്ല എനിക്ക്, ഇങ്ങനെ അവിടെ ഇവിടെയും വെക്കാൻ വേണ്ടി ഓവർ പാത്രങ്ങളില്ല, ഓവർ ഡെക്കോർ ഐറ്റംസ് ഇല്ല. അത്യാവശ്യം വേണ്ട ഡെക്കോർ ഐറ്റംസ് എല്ലാം ഞങ്ങൾ ഹൗസ് വാമിങ്ങിന്റെ സമയത്ത് തന്നെ വാങ്ങിച്ച് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഗിഫ്റ്റ് കിട്ടിയത് ഒന്നും നമ്മൾ എവിടെയും കയറ്റിയിട്ടില്ല. ഓരോ ഫോട്ടോ ഫ്രെയിംസും കാര്യങ്ങളെല്ലാം നമ്മൾ ഓൾറെഡി വെച്ചത് കൊണ്ട് നമുക്ക് കിട്ടിയ ഗിഫ്റ്റുകളെല്ലാം ഇപ്പോഴും അലമാരയിൽ എടുത്തു വെച്ചേക്കാണ്, യൂസ് ചെയ്യാറില്ല. അതുകൊണ്ടാണ് അങ്ങനെ വൃത്തിയായിട്ട് കിടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപാട് സാധനങ്ങൾ, ചില ആൾക്കാർ റൂമൊക്കെ നല്ല ഡെക്കോർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് കുറെ അത് തൂക്കിയിട്ട് ഇത് തൂക്കിയിട്ടൊക്കെ ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. അത് ചിലപ്പോൾ അവർക്ക് ഇഷ്ടമായിരിക്കും, പലർക്കും അത് ഇഷ്ടമായിരിക്കും. പക്ഷെ എനിക്ക് എന്തോ കുറെ സാധനങ്ങൾ കുത്തി നിറച്ച് വെക്കുമ്പോൾ എന്തോ ക്ലീൻ അല്ലാത്ത പോലെ, പിന്നെ നമുക്കത് ക്ലീൻ ചെയ്യാനും ഉപയോഗിക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന്റെ ഇടയിലൊക്കെ പൊടിയും കാര്യങ്ങളൊക്കെ ഇരിക്കും. അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം വേണ്ട സാധനങ്ങളല്ലാതെ ആവശ്യമില്ലാത്തത് അങ്ങനെ ഓവറായിട്ട് കുറെ സംഭവങ്ങൾ കുത്തി നിറയ്ക്കാത്തതുകൊണ്ടായിരിക്കും ഇങ്ങനെ ക്ലീൻ ആയിട്ട് തന്നെ സൂക്ഷിക്കാൻ പറ്റണത്. പിന്നെ എന്താണ് ചോദിക്കാം, നാനോവെയ്റ്റിന്റെ കാര്യം പറഞ്ഞു. നാനോവെയ്റ്റ് തന്നെയാണ് ഞങ്ങളുടെ ഡൈനിങ് ടേബിളിന് ടോപ്പായിട്ട് ഇട്ടേക്കണത്. പിന്നെ ഈ ഊഞ്ഞാലുകളെ കുറിച്ച് കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് ടീക്ക് വുഡിന്റെ ഒരു ഊഞ്ഞാല, അതിനൊരു കുഷ്യൻ ഇങ്ങനെ ഇട്ടേക്കാണ് മുകളില്, ഫുള്ളി ടീക്ക് വുഡാണ്. ഇതൊക്കെ പ്രശാന്തേട്ടൻ തന്നെ ചെയ്തതാണ്. നമ്മുടെയിലും കാർപ്പന്റേഴ്സും എല്ലാവരും ഉണ്ടല്ലോ, വെൽഡിങ്ങിന്റെ പണിക്കാരും എല്ലാവരും ഉണ്ട്. അപ്പൊ പ്രശാന്തേട്ടൻ കുറെ മരത്തിന്റെ ഇതൊക്കെ നമ്മള് വാങ്ങിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്ന് എടുത്തിട്ട് പണിതതാണ് ഊഞ്ഞാല്. പുറത്തുള്ള റൗണ്ട് ഊഞ്ഞാലും ടീക്ക് വുഡാണ്. അത് എത്ര രൂപയാന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയില്ല. എന്ന് വെച്ചാൽ എല്ലാ വുഡൻ വർക്കുകളും നമ്മളെല്ലാം ഒരുമിച്ച് ചെയ്തതല്ലേ, എന്റെ ഹസ്ബൻഡ് തന്നെയാണ് ചെയ്തത്, നമ്മൾ വാങ്ങിച്ചതല്ലല്ലോ. ഒരു റേറ്റ് പറയണമെങ്കിൽ നമ്മൾ വാങ്ങിച്ചതാണെങ്കിലല്ലേ റേറ്റ് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കൊരു റേറ്റ് പറയാൻ അറിയില്ല. ഇതൊക്കെ നമ്മൾ പണിത തന്നെയാണ്. അതുപോലെ ഡൈനിങ് ടേബിൾ പണിതതാണ്. എല്ലാ ഫർണിച്ചേഴ്സും, സെറ്റി ആണെങ്കിലും സോഫ ആണെങ്കിലും ദിവാൻ ആണെങ്കിലും എല്ലാം പണിയിപ്പിച്ചത് നമ്മൾ തന്നെ പണിതതാണ്. അപ്പൊ അതുകൊണ്ട് അതിന്റെ റേറ്റ് ഒന്നും ചോദിച്ചാൽ കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. പിന്നെ വീടിന്റെ മൊത്തത്തിലുള്ള റേറ്റ് ചോദിച്ചു കുറെ പേര്. നമ്മൾ ഈ വീടിന് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്തല്ലേ, അത് സത്യമാണ്. എന്താന്ന് വെച്ചാൽ 4 വർഷം എടുത്ത് പതുക്കെയാണ് നമ്മൾ ഈ വീട് പണിത് കഴിച്ചത്. ഇതിന് നമ്മൾ റേറ്റ് അല്ല നോക്കിയത്, നമ്മൾ ഓരോ ആഗ്രഹങ്ങൾ, ആളുടെ പ്രൊഫഷൻ ഇതായതുകൊണ്ട് ഇതിനെ കുറിച്ച് നമുക്ക് ഓരോ വ്യൂ ഉണ്ടല്ലോ, ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടല്ലോ. അപ്പൊ അത് നോക്കിയിട്ടാണ് നമ്മൾ ഈ വീട് പണിത്. മൊത്തത്തിൽ ഞങ്ങൾ ചിന്തിച്ചത് ഇത്രേ ഉള്ളൂ, നന്നായി വെളിച്ചം കയറണം, ഇവിടെ ചെടികൾ വെച്ചാലും ചെടികൾ സർവൈവ് ചെയ്യണം. നമുക്കാണെങ്കിലും കാര്യം കുറെ ചൂടൊക്കെ എടുക്കാൻ സാധ്യതയുണ്ട്, ഇങ്ങനെ ലൈറ്റ് കുറെ. പിന്നെ നമ്മൾ പോറത്തേൻ ബ്രിക്സ് ആണ് യൂസ് ചെയ്തേക്കണേ. അതുകൊണ്ട് തന്നെ ചൂടിന്റെ ഇത് അളവ് കുറഞ്ഞു കിട്ടും നമുക്ക്. അങ്ങനെയാണ് വീടിന്റെ ക്വസ്റ്റ്യൻസ് കേട്ടോ. വീടിന്റെ ക്വസ്റ്റ്യൻസ് അത്രയ്ക്കൊക്കെ ഉള്ളൂ എന്ന് തോന്നുന്നു. പിന്നെ ഗാർഡൻ കാണിക്കാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഗാർഡൻ കാണിച്ചൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് പോസ്റ്റ് ചെയ്യുമ്പോഴേക്കും ചിലപ്പോൾ അത് ഇട്ടിട്ടുണ്ടാവും. അതായത് ഫുൾ ക്ലീൻ ഒക്കെ ചെയ്യണ സംഭവം. ലാൻഡ്സ്കേപ്പിൽ യൂസ് ചെയ്തേക്കണ മരങ്ങള് ടെർമിനാലിയാസ് ആണ്. ഗ്രീൻ കളർ സ്റ്റെപ്പായിട്ട് നിൽക്കുന്ന മരല്ലേ, അത് ടെർമിനാലിയാണ്. അതിന്റെ വൈറ്റ് പറഞ്ഞ വീടിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. പിന്നെ പേൾ ഗ്രാസ് ആണ് മൊത്തം ഇട്ടേക്കണേ. ലിച്ചി പാമ്പ് 2-3 അടക്കാരം പോലെയുള്ള ഒരു ചെടിയില്ല, അതാണ് ലിച്ചി പാമ്പ് വെച്ചിട്ടുണ്ട്. പിന്നെ എന്തുട്ടാ മറ്റേ ഗോൾഡാ എന്തെങ്കിലും കൂടി ഒരാള് ഇൻസ്റ്റയിൽ അതിന്റെ പേര് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു കൊടുത്തോളൂ. എന്തോ ഒരു ഗോൾഡ് എന്നാണ് മറ്റേ മഞ്ഞ ഇലയുള്ള മരത്തിന്റെ പേര്, അത് വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാം മെയിൻ്റെനൻസ് എങ്ങനെയാന്ന് വെച്ചാൽ, പിന്നെ ഗോൾഡൻ ബാമ്പു ആണ് ഫുൾ ബോർഡർ ആയിട്ട് വെച്ചാണ്. അത് അടിപൊളി സാധനമാണ്. ഫുൾ ബോർഡർ കവർ ചെയ്തു. ഇപ്പൊ ഞങ്ങളുടെ വീട്ടിലേക്ക് കയറി പിന്നെ അയൽപ്പക്കം അപ്പുറത്ത് ഇപ്പുറത്തെ വ്യൂസ് ഒന്നും കിട്ടില്ല. ആ വീടിന്റെ ഫുള്ള് ഗ്രീനറിയെ കിട്ടുള്ളൂ. പിന്നെ അത് വെച്ച് പിന്നെ നിറച്ച് കിളികളാ, നിറച്ച്. എനിക്ക് ചെയ്യണം ഭയങ്കര ആഗ്രഹമായിരുന്നു, കിളികൾ വേണം, പക്ഷെ കൂട്ടിലിട്ട് വളർത്തണ്ട, അവർക്ക് ഫുഡൊക്കെ വെച്ച് അവർ തന്നെ വരണം, തന്നെ പോണം, അങ്ങനെയൊക്കെ ഞങ്ങൾ പറയാറുണ്ട് വെറുതെ. പക്ഷെ ഇത് ഫുഡൊന്നും വെച്ചിട്ടല്ല, നമ്മുടെ ഈ മുളകൾ വലുതായപ്പോ, ഗോൾഡൻ ബാമ്പു വലുതായപ്പോഴേ അതിൽ നിറച്ച് കിളികളാ. എന്റെ ഇവിടെ തന്നെ ഞാൻ ഒരു വീഡിയോയിലൊക്കെ ഇടാറുണ്ട്. ഇവിടെ തന്നെ തൊപ്പിക്കിളികൾ വന്നിട്ട് മഴക്കാലത്ത് തൊപ്പിക്കിളികൾ വന്ന് കൂട് കൂട്ടും. അതുപോലെ ഇന്നലെയും കൂടി പിള്ളേര് പറയണ്ടായി, ഇവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോ തൊപ്പിക്കിളി അല്ല ഫിഞ്ചസ് ഇപ്പുറത്തെ നമ്മുടെ എന്റെ മുമ്പിലുള്ള മരം, എന്താ പറയാ, അക്കൂറിയത്തിന്റെ ഫ്രണ്ടിൽ ഒരു ബോൺസായി വെച്ചിട്ടുണ്ട്, അതിൽ വന്ന് കൂട് കൂട്ടാൻ നോക്കി പോണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കിളികളൊക്കെ തന്നെ വീടിനുള്ളിലും പുറത്തൊക്കെ വരുന്നു. സന്ധ്യക്ക് ഞങ്ങൾ അവിടെ ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ നിറച്ച് കിളികളാ. മഞ്ഞക്കിളി, മഞ്ഞക്കറുമ്പൻ, വാലാട്ടിക്കിളി, കുയില്, പിന്നെന്താ
ഫിഞ്ചസ്, കുരുകുരുന്നനെയുള്ള ഫിഞ്ചസ് ഇല്ലേ, അടയ്ക്കാക്കുരുവി എന്നൊക്കെ പറയുന്ന പോലത്തെ അത്. പിന്നെ നിറച്ച് തൊപ്പിക്കിളിയാണ് നിറച്ച്. മരംകുത്തീനെ വരെ കണ്ടുന്ന ആള്. മരംകുത്തി അവിടെ താമസിക്കുന്ന ആളാണോന്ന് അറിയില്ല. ഇവരൊക്കെ താമസിക്കണവരാണ്. അവർ ആ കൂടണയാനാ വരണേ വൈകുന്നേരം ആകുമ്പോൾ. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ലാൻഡ്സ്കേപ്പിംഗ് വരുന്നത്. പിന്നെ ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം നമ്മൾ വെയിൽ വേണം. എന്തോരം ഇൻഡോർ പ്ലാന്റ്സ് ആണെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വെയിൽ കിട്ടണം. ഇനിയിപ്പോ വെയിൽ ഒട്ടും ഇല്ലാത്ത സ്ഥലത്താണ് വെക്കണേന്ന് വെച്ചാൽ നിങ്ങൾ ഇടയ്ക്കെങ്കിലും വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക്, ഇൻഡയറക്റ്റ് വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് ചെടികൾ മാറ്റേണ്ടി വരും. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ എന്റെ റൂമിലുള്ള ചെടികൾ എല്ലാത്തിനെയും കൊണ്ട് ഇപ്പൊ ഈ കോട്ടിയാടിന്റെ ഉള്ളിൽ വെച്ചേക്കാന്ന് വെച്ചാൽ എനിക്ക് നനയ്ക്കാനും എളുപ്പമാണ്, വെയിൽ കിട്ടാനും എളുപ്പമാണല്ലോ അതുകൊണ്ട്. അപ്പൊ അങ്ങനെയാണ് ചെടികള്, ലാൻഡ്സ്കേപ്പിംഗ് അങ്ങനെ തന്നെ. ഫ്രൂട്ട്സ് ഗാർഡൻ മൊത്തത്തിൽ ഒന്ന് കാണിക്കണം എന്ന് പറഞ്ഞിരുന്നു. ഒരു ദിവസം ഞാൻ നന്നായി ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് കാണിക്കാന്ന് വെച്ചിട്ടാ. ഇപ്പൊ എല്ലാം പൂവിട്ട് തുടങ്ങണൊക്കെ ഉള്ളൂ, സീസൺ അല്ല. അപ്പൊ ഇനി പൂവൊക്കെ ഇട്ട് അതൊക്കെ കായായി വരുമ്പോ ഫ്രൂട്ട്സ് ഗാർഡനിലെ ഓരോ പ്ലാന്റുകളൊക്കെ പരിചയപ്പെടുത്തി ഞാൻ ഒരു വീഡിയോ ചെയ്യാം കേട്ടാ. പിന്നെന്താ, പുറത്ത് കാണുന്ന വലിയ ചട്ടി എവിടെ നിന്ന് വാങ്ങിച്ചതാണ്, അതൊക്കെ ഞാൻ ചട്ടിയുടെ ആൻസറൊക്കെ ഞാൻ പറഞ്ഞല്ലോ. പിന്നെ കട്ടിലിന്റെ റേറ്റ് ഒക്കെ ചോദിച്ചു. കട്ടിലിന്റെ റേറ്റ് പറയണ എങ്ങനെയാ, അതൊക്കെ പണിയിപ്പിച്ചതാ. പിന്നെന്തായാലും തന്നെ. പിന്നെ ഒരു കൂണിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും കഴിക്കാൻ പറ്റുന്ന കൂണാന്ന് വെച്ചിട്ട് ഞാൻ കഴുകി വൃത്തിയാക്കി വെക്കാൻ നേരത്താണ് ഒരു കൺഫ്യൂഷൻ വന്നത്. ആ കളഞ്ഞാ നന്നായിന്ന് കുറെ പേര് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ എന്റെ വീട് വരുന്നത് ചാലക്കുടി പോട്ടയാണ്, ഹരിതനഗറിലാണ്. ഹസ്ബൻഡിന്റെ വീട് ഇപ്പൊ ഞങ്ങളിപ്പോ താമസിക്കുന്ന വീട് പണിതിരിക്കുന്നത് നെല്ലായിലാണ്. ഹസ്ബൻഡിന്റെ വീട് ഇവിടെ തൊട്ടടുത്താണ്. അവിടെ അടുത്ത് തന്നെ സ്ഥലം വാങ്ങിച്ച് പണിതേക്കാണ്. പിന്നെന്താ, മാനിന്റെ പ്രതിമ എവിടെ നിന്ന് വാങ്ങിച്ചത്, അതൊക്കെ ഹോം സെന്ററിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ, എറണാകുളത്തുനിന്ന്. പിന്നെ ഓൺലൈനായിട്ടും കുറെ കിട്ടും ഇതുപോലത്തെ സാധനങ്ങള്. അതൊക്കെ പ്രശാന്തായിട്ടും കുറച്ചൊക്കെ ആമസോണിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ടൈല് മാറ്റ് ഫിനിഷ് ആണോ, ഭവ്യ എന്ന് പറഞ്ഞ ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ട്. ടൈല് മാറ്റ് ഫിനിഷ് ആണോ? മാറ്റ് ഫിനിഷ് അല്ല, പ്രശാന്തായിട്ടനും രമ്യച്ചും പറഞ്ഞത് മാറ്റ് ഫിനിഷ് എടുക്കണം എന്നാണ് ഫുൾ ടൈല്. പിന്നെ ഞാൻ എനിക്കത് ഗ്ലോസി തന്നെ വേണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് ഗ്ലോസി ആക്കി. മൊത്തം ഗ്ലോസിയാണ്, ബാത്റൂമിൽ മാത്രം മാറ്റ് ഫിനിഷ് ആണ് കേട്ടോ. പിന്നെ ഒരു ഫ്ലോർ ആണോ വീട്, വീട് ശരിക്കും പറഞ്ഞ ഒരു ഫ്ലോറേ ഉള്ളൂ. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വ്ളോഗ് ചെറിയ ഷോർട്സ് ഇട്ടതിൽ കാണാം, മുകളിലേക്ക് ഒരു റൂം. അത് മുകളില് രണ്ടാമത്തെ നിലയിലായിട്ടല്ല, നമ്മുടെ കോണി കയറിയിട്ട് ഫസ്റ്റത്തെ ലാൻഡിങ് ഇല്ലേ, അവിടെ അതിന്റെ അടിഭാഗം വരുന്നത് ബാത്റൂമാണ്. അതിന്റെ ബാത്റൂമിന്റെ ഹൈറ്റ് കുറച്ചിട്ട് അതിന്റെ മുകളിൽ നിന്ന് മുകളിലോട്ട് ഒരു റൂം പോലെ ആ സൈഡിൽ എടുത്തു. പക്ഷെ അത് 2 നില എന്നുള്ള രീതിയിലല്ല, ഫസ്റ്റത്തെ ലാൻഡിങ്ങിൽ എടുത്തേക്കണേ. അവിടെ നിന്ന് വീണ്ടും കയറണം നമ്മൾ അപ്സ്റ്റെയർ, മറ്റേ വാർക്ക മുകളിലേക്ക് കയറണമെങ്കിൽ. അപ്പൊ അത് ഒരു ഓഫീസ് റൂം ആയിട്ട് എടുത്തേക്കണം. അത് അങ്ങനെ യൂസ് ചെയ്യലില്ല ഞങ്ങൾക്ക്. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഒരു ഫ്ലോർ എന്നുള്ള രീതിക്കാണ് വീട്. 3 ബെഡ്റൂമാണ് വരുന്നത് കേട്ടാ. അതൊരു ഓഫീസ് റൂം, അങ്ങനെ ടോട്ടല് 4 റൂം. പിന്നെന്താ, പിന്നെ ആ കൂണിന്റെ കുറെ കമന്റ് വന്നിട്ടുണ്ട്. അത് കഴിക്കാൻ പറ്റില്ല ചേച്ചി, അത് കഴിക്കാൻ പറ്റും ചേച്ചി, അത് കഴിക്കാൻ പറ്റില്ല ചേച്ചി, 2 കമന്റ്സും വന്നിട്ടുണ്ട്. എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അത് കഴിക്കാൻ പറ്റണതാണോ കഴിക്കാൻ പറ്റാത്തതാണോ എന്ന്. പിന്നെ ഞാനൊരു ഓർണമെന്റ്സിന്റെ ഇത് തുടങ്ങിയിട്ടുണ്ട്. അത് എങ്ങനെയാ തുടങ്ങിയ, എവിടെന്നാ പർച്ചേസ് ചെയ്യാൻ, അങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അതും നിങ്ങളൊന്ന് പറയൂ കേട്ടോ. ഞാൻ ഓർണമെന്റ്സിന്റെ ആ സംഭവം ഓൺലൈനായിട്ട് തുടങ്ങിയിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിൽ മാത്രമാണ് അതിന്റെ വീഡിയോസും കാര്യങ്ങളെല്ലാം ചെയ്യണം. ഇൻസ്റ്റാഗ്രാം ത്രൂ ആണ് ഞാൻ അതിന്റെ ഇപ്പൊ സോൾഡ് ചെയ്തുകൊണ്ടിരിക്കണേ, വിറ്റുകൊണ്ടിരിക്കുന്നത്. അപ്പൊ യൂട്യൂബിലുള്ള ആൾക്കാർക്ക് അത് വേണ്ടി വരികയാണെങ്കിലോ എന്ന് വെച്ചിട്ട് കുറെ പേര് കമന്റ് ഇട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു ചാനലിൽ ഇടണോ അല്ലെങ്കിൽ ഈ ഒരു ചാനലിൽ തന്നെ അതിന്റെ വീഡിയോസ് ഇടണോ ഒന്ന് പറയൂ കേട്ടോ എന്റെ അടുത്ത്. എന്നോട് പെർമനന്റ് ബ്ലോ ഡ്രൈ ചെയ്യൂ ചേച്ചി എന്ന് പറയുന്നുണ്ട്. ഇതിൽ ഏതാ നല്ലത്, ഏത് ചെയ്താൽ എനിക്ക് ഭംഗി ഉണ്ടാവും എനിക്ക് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത് കേട്ടാ. ഹെയർ കട്ട് നന്നായിട്ടുണ്ട്, അഴിച്ചിട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അഴിച്ചിടാൻ എനിക്ക് എന്തോ ഒരു കംഫേർട്ട് കുറവാണ്. ഈ ചൂടെടുക്കുന്ന ആളാണ് ഞാൻ, എന്ത് ചെയ്താലും ചൂട്, അങ്ങനത്തെ ഒരാളാണ്. അഴിച്ചിടാം, എങ്ങനെയാണ് അഴിച്ചിട്ടുള്ള ലുക്ക്. പക്ഷെ ഇങ്ങനെ ഇത്തിരിയായിട്ട് ഇരിക്കുമ്പോഴേക്കും ഞാൻ വിശർത്ത് കുളിക്കും. അപ്പൊ ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ പിടിച്ച്, അത് എന്റെ ഹെയർ സ്റ്റൈലൊന്നുമല്ല, വെറുതെ ഒതുക്കി അങ്ങനെ കുത്തണതാണ്. കണ്ട, ഇതാണ് എന്റെ മിക്കതും ഹെയർ സ്റ്റൈൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. പിന്നെ വന്നേക്കണത്, ചേച്ചി ഇങ്ങനെയാണ് ഈ 2 പ്രസവം കഴിഞ്ഞിട്ടും കല്യാണം കഴിഞ്ഞ് ഇത്ര നാളായിട്ട് ഇങ്ങനെ തന്നെ ഇരിക്കണേന്ന്. ഞാൻ ഇങ്ങനെ ഇരിക്കണതേ, ഞാൻ
ഞാൻ 2 ഉരുള കൂടുതൽ കഴിച്ചാൽ വണ്ണം വെക്കണ ആളാ ഞാൻ ചോറ്. അതുകൊണ്ട് തന്നെ എനിക്കത് മനസ്സിലായപ്പോൾ തൊട്ട് ഞാൻ ഒരു ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ, ഡിഗ്രി അല്ല +1 +2 10th പഠിക്കുമ്പോൾ തൊട്ടേ ഞാൻ ചോറ് അധികം കഴിക്കില്ല. അതിന് അമ്മ എന്നെ ചീത്ത പറഞ്ഞ വായിൽ കുത്തിത്തിരികൊക്കെ കഴിപ്പിച്ചു വിടും സ്കൂളിൽ പോകുമ്പോൾ. അന്ന് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ചോറാണല്ലോ. അപ്പൊ ചോറുണ്ട് വണ്ണം വെക്കും എന്ന് വെച്ചിട്ട് രാത്രി ചോറുണ്ണില്ല. എന്തെങ്കിലും ചപ്പാത്തി അല്ലെങ്കിൽ എന്തെങ്കിലും പഴം എന്തെങ്കിലും കിട്ടണത് കഴിക്കില്ല, കിട്ടിയില്ലെങ്കിൽ കഴിക്കില്ല, അങ്ങനെയായിരുന്നു. അപ്പൊ എനിക്ക് എന്നും ചീത്തയാ, അത്താഴ പട്ടിണി കിടക്കണം എന്നിട്ട് ചീത്തയാണ്. പക്ഷെ അന്നേ ഞാൻ കഴിക്കാറില്ല രാത്രി, അതുകൊണ്ട് എനിക്ക് രാത്രി വിശപ്പില്ല. അപ്പൊ ഇപ്പൊ ഞാൻ എങ്ങനെയാ എനിക്ക് ബോഡി കോൺഷ്യസ് ആണ്, ഡ്രസ്സൊക്കെ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ബോഡി ഓവർ വെയിറ്റ് ആവാണ്ടിരിക്കാനുള്ള അതൊക്കെ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, ശ്രദ്ധിക്കാറൊക്കെ ഉണ്ട്. പിന്നെ അതിനു വേണ്ടി കുറെ കാര്യങ്ങളൊന്നും ചെയ്യണില്ല. ഞാൻ ജിമ്മിൽ പോണുണ്ട്, ഓവർ വെയിറ്റ് ഒന്നും എടുക്കണില്ല. കുറെ വർക്കൗട്ടുകൾ അവർ പറയും, അവരൊരു 30 കിലോ പറഞ്ഞാൽ ഞാൻ ഒരു 15 കിലോ എടുക്കുള്ളൂ, അങ്ങനെയുള്ള വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അവർ പറയും ചേച്ചി ഭയങ്കര ഉഴപ്പാന്ന്, പക്ഷെ എനിക്ക് പറ്റില്ല, എനിക്ക് ശ്വാസം കിട്ടില്ല ഓവർ വെയിറ്റ് ഒക്കെ എടുക്കുമ്പോൾ. അപ്പൊ അങ്ങനെ ഞാൻ ജിമ്മിൽ പോകുന്നുണ്ട്. പിന്നെ ചെയ്യണത് എന്താന്ന് വെച്ചാൽ ഫ്രൂട്ട്സ്, അത്യാവശ്യം ഫ്രൂട്ട്സ് കഴിക്കും. അപ്പൊ എനിക്ക് അധികം വിശപ്പ് വരില്ല. അതുകൊണ്ട് ചോറ് വളരെ കുറവാ കഴിക്കുക. രാവിലെ എഴുന്നേറ്റ ഒരു ഇത്തിരി തേനും വെള്ളവും കുടിക്കും. പിന്നെ എന്താ പറയാ, നന്നായിട്ട് ഒരു കുപ്പികൾ നിറച്ച് ഇങ്ങനെ വെക്കും കാണാൻ പാകത്തിന്. അപ്പൊ ആ കുപ്പി കാണുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കുമല്ലോ, അങ്ങനെ വെള്ളം എപ്പോഴും കുടിക്കും. പിന്നെ ജിമ്മിൽ പോവും, കുട്ടികളെ വിട്ട് കഴിയുമ്പോൾ ജിമ്മിൽ പോവും. അത് കഴിഞ്ഞ് വന്നിട്ടാണ് രാവിലത്തെ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക. അപ്പൊ ജിമ്മിൽ പോയിട്ട് വരുമ്പോൾ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടാവും. അപ്പൊ 1 2 മുട്ട പുഴുങ്ങിയത് കഴിച്ച് ചായ കുടിച്ച് എനിക്ക് പിന്നെ വിശപ്പില്ല. ചായയാണ് എനിക്ക് മാറ്റാൻ പറ്റാത്തൊരു ശീലം. ചായ പൊട്ടയാന്ന് എനിക്കറിയാം, പക്ഷെ രാവിലെ 2 ചായ കുടിക്കും. വൈകുന്നേരം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇനിയിപ്പോ ചേട്ടൻ ചായ വെക്കാൻ പറഞ്ഞാൽ ആ കൂട്ടത്തിൽ എനിക്കും ചായ വെക്കും, ഞാനും കുടിക്കും, അങ്ങനെ. അപ്പം ചായ മധുരട്ട് തന്നെ കുടിക്കണം എനിക്ക്. മധുരം വേറെ സാധനങ്ങളൊക്കെ ഒഴിവാക്കാം, പക്ഷെ ചായയിലും മധുരം വേണം, അല്ലാണ്ട് പറ്റണില്ല, അത് ഒഴിവാക്കാൻ പറ്റണില്ല. ഷുഗർ കട്ട് മാത്രം നടക്കണില്ല. പിന്നെ അതുകൊണ്ടാണ് ഈ വണ്ണവും നിൽക്കണത്, പോവാത്തത്. പിന്നെന്താ, അപ്പൊ അങ്ങനെ. പിന്നെ ഉച്ചക്കത്തേക്ക് ഞാൻ രാവിലെ എന്താണോ ഫുഡ് അങ്ങനെ അത് ചെറുതായിട്ട് കഴിക്കുക, അല്ലെങ്കിൽ മുട്ട പുഴുങ്ങിയത് ചായ കഴിക്കുക, അങ്ങനെ കഴിക്കും. പിന്നെ അപ്പൊ അതിന്റെ ഇടയിലൊക്കെ വിശക്കാഞ്ച് തന്നെ ഒരു ആപ്പിളോ ഒരു പഴോ എന്തെങ്കിലുമൊക്കെ അങ്ങനെ എടുത്ത് കഴിക്കുള്ളൂ. പിന്നെ ഉച്ചക്കത്തേക്ക് അധികം വിശപ്പുണ്ടാവില്ല, ഞാൻ എന്തെങ്കിലും ഇങ്ങനെ പഴമൊക്കെ കഴിക്കും, ഇടയ്ക്ക് വെള്ളമൊക്കെ കുടിക്കും. അപ്പൊ ഞാൻ കുറച്ച് ചോറ്, ഇത് ഇത്ര ചോറ് എടുക്കും, നല്ലോണം വെജിറ്റബിൾസ് എന്താണോ കറി എന്താണോ അത് എടുക്കും, അങ്ങനെ കഴിക്കും. പിന്നെ അത് കഴിയുമ്പോഴേക്കും എനിക്കൊരു ഇത്തിരി ഷുഗർ ക്രേവിങ്സ് വരാറുണ്ട്. അപ്പൊ എന്തെങ്കിലും അങ്ങനെ വല്ല ചിപ്സിലോ എന്തെങ്കിലും, അങ്ങനെയാണ് ചിപ്സ് കഴിക്കുള്ളൂ. അങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ തോന്നും, ചിപ്സ് അല്ലെങ്കിൽ മധുരം അങ്ങനെ എന്തെങ്കിലും. അപ്പൊ ഞാൻ എന്തെങ്കിലും ഇപ്പൊ അമ്പലത്തിൽ നിന്ന് അമ്മ പായസം ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരും. ഇവിടെ അമ്മായിമ്മന്റെ ഹസ്ബൻഡിന്റെ അമ്മ അമ്പലത്തില് എന്തെങ്കിലും വിശേഷം ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് പായസം കിട്ടുന്നതൊക്കെ കൊണ്ടുവരും. അപ്പൊ അതിൽ നിന്ന് കുറച്ച് കുടിക്കേ, അല്ലെങ്കിൽ എന്താണോ ഒരു ചെറിയ കേക്ക് പീസ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു ഇത്തിരി നമുക്ക്, മമ്മൂക്ക പറഞ്ഞിട്ടില്ലേ, ഇഷ്ടമുള്ളതെല്ലാം കഴിക്കണം, പക്ഷെ ഇഷ്ടമുള്ള അത്രയും കഴിക്കരുതെന്ന്. അത് ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. എന്റെ ഇഷ്ടമുള്ള എല്ലാ സാധനങ്ങളും ഞാൻ കഴിക്കും, പക്ഷെ വളരെ കുറച്ചേ കഴിക്കുള്ളൂ. ഒരു ഹോട്ടലിൽ പോയിട്ട് ഒരു ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ചേട്ടൻ പറയാം അത് ഫുള്ള് നീ കഴിക്കില്ല എന്ന്. ഞാനും കൂടിയിട്ട് ഒരു ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്യും, എന്നിട്ടും അതിൽ ബാലൻസ് ഉണ്ടാവും, അതാണ് കഷ്ടം. അങ്ങനെ പിന്നെ നമശിവ് കഴിച്ചോളും, കുഴപ്പമില്ല. അപ്പൊ ഞങ്ങൾ നമശിവിനെ അടുത്തിരുത്തിയിട്ടാണ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം, അല്ലെങ്കിൽ പ്രശാന്തേട്ടൻ കഴിക്കും. അങ്ങനെ ഭക്ഷണം കുറവ് തന്നെയാണ്, അതിന്റെയാണ് ഞാൻ ഇങ്ങനെ ഇരിക്കണത്. അതെന്തോ അങ്ങനെ കഴിച്ച് എനിക്ക് അങ്ങനെ വലിയ വിശപ്പില്ലാണ്ടായി. വിശപ്പില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ഫ്രൂട്ട്സ് വെള്ളമൊക്കെ കഴിക്കും. പിന്നെ 4 മണിയാവുമ്പോൾ കുട്ടികൾ വരുമ്പോ എന്തെങ്കിലും ഉണ്ടാക്കുമല്ലോ, അടയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുന്നത്, അത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് രാത്രി വിശപ്പില്ല. അപ്പൊ ഞാൻ പ്രശാന്ത അതുപോലെ ചപ്പാത്തി പനീർ കറിയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു ചപ്പാത്തി അങ്ങനെ കഴിച്ചാലായി, അല്ലെങ്കിൽ കഴിക്കില്ല. ആപ്പിളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെത്തി കഴിക്കും, കുക്കുംബറോ അങ്ങനെ എന്തെങ്കിലും ചെത്തി കഴിക്കും. അങ്ങനെ രാത്രിത്തെ ഭക്ഷണം ഇല്ല. ഉച്ചയ്ക്ക് ചോറുണ്ട് എന്തായാലും, രാവിലെ എന്തായാലും ഭക്ഷണം കഴിക്കും, 2 ചായ കുടിക്കും, അതെനിക്ക് നിർത്താൻ പറ്റുന്നില്ല. അങ്ങനെ പിന്നെ ജിമ്മിൽ പോകുന്നുണ്ട്, പിന്നെ നന്നായി വെള്ളം കുടിക്കുന്നുണ്ട്. അതൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യണുള്ളൂ. പിന്നെ ജിമ്മിൽ പോയില്ലെങ്കിൽ തന്നെ ഇവിടെ നന്നായി പണി എടുക്കും ഞാൻ. ആ ജിമ്മിൽ പോവാത്ത ദിവസം നന്നായിട്ട് ക്ലീനിങ്ങും കാര്യങ്ങളും ചെയ്യും. അപ്പൊ ഒരു വർക്കൗട്ട് പോലെ. അങ്ങനെ മുമ്പ് സൂംബ ഡാൻസ് ചെയ്യാറ് കേട്ടോ. പഴയ വീട്ടിലായിരുന്നപ്പോ ജിമ്മിലൊന്നും പോകണുണ്ടായില്ല, അപ്പൊ സൂംബ ഡാൻസ് കളിക്കും. എനിക്ക് അങ്ങനെ ഒരു ഇത്തിരി വെയിറ്റ് കൂടി അങ്ങനെ ടെൻഷനാണ്, ഡ്രസ്സുകൾ പാകാൻ വേണ്ടിയിരുന്ന ടെൻഷനായി. ഇപ്പൊ ഡ്രസ്സുകളെല്ലാം ലൂസായി, അതായത് ബ്ലൗസും എല്ലാ ഡ്രസ്സുകളും ലൂസായി. തയ്ക്കണ ചേച്ചി പറഞ്ഞു മെഷർമെന്റ് ഒക്കെ മാറിയെന്ന് ജിമ്മിൽ പോണ കാരണം. സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ എന്റെ മുഖം ക്ഷീണിക്കുക എന്ന് പറയാ ജിമ്മിൽ പോയി തുടങ്ങിയപ്പോ. അതാണ് എനിക്ക് ഇഷ്ടമില്ലാത്തത്. മുഖം ക്ഷീണിക്കരുത്, ശരീരം ക്ഷീണിക്കണം, അത് നടക്കില്ലല്ലോ. അപ്പൊ അതാണ് എന്റെ ബ്യൂട്ടി സീക്രട്ട്. അത്രയ്ക്കുള്ള ബ്യൂട്ടി ഒന്നും ഇല്ല, ചെറുതായിട്ട് ഇങ്ങനെ കൺട്രോൾ ചെയ്ത് പോകുന്നത്രേ ഉള്ളൂ. നമ്മൾ ബ്യൂട്ടി സീക്രട്ട് അല്ല ശരിക്കും പറഞ്ഞാൽ. എനിക്ക് അങ്ങനെ വേറെ രോഗങ്ങളും കാര്യങ്ങളൊന്നും വരാണ്ടിരിക്കുക, നമ്മളൊരു എക്സസൈസും കാര്യങ്ങളും ചെയ്യുക, നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം കഴിക്കുക, അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നുള്ളൂ കേട്ടോ. പക്ഷെ പണ്ടൊക്കെ ഞാൻ ഒരുപാട് ഈ ഡയറി മിൽക്കും സ്നിക്കേഴ്സും മിഠായികളൊക്കെ കഴിക്കാറുണ്ട്.
മിഠായി പ്രാന്തായിരുന്നു ഒരു തവണ. പിന്നെ അതുപോലെ തന്നെ ഒരു ആരെങ്കിലും ഗൾഫിൽ നിന്ന് വരും, മിഠായി തരും. അത് കഴിയുമ്പോഴേക്കും അടുത്ത ആൾക്കാർ ഗൾഫിൽ നിന്ന് വരും. അങ്ങനെ മിഠായി കിട്ടാനും ഉണ്ടായിരുന്നു. ഇപ്പൊ മിഠായി കിട്ടാനില്ല, വാങ്ങാറില്ല, കഴിക്കാറില്ല. ഇടയ്ക്കെങ്ങാനും ഒരു ക്രേവിങ്സ് തോന്നുമ്പോൾ ഒരു സ്നിക്കേഴ്സോ ഒരു ഡയറി മിൽക്കോ വാങ്ങിച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി കഴിക്കും. പ്രശാന്തേട്ടൻ കഴിക്കില്ല, മധുരം ഒന്നും കഴിക്കില്ല. അതാണ് ആള് ക്ഷീണിച്ചേക്കുന്നത്. കല്യാണ വീഡിയോ ഇടുമ്പോൾ കാണാൻ ഇങ്ങനെ ഇരുന്ന ആളാന്ന്. മധുരം നിർത്തിയ പിന്നെ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു. അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ കുറെ പേര് ചോദിച്ചേക്കുന്നത് കുക്കർ എവിടെന്നാ വാങ്ങിച്ചത്. കുക്കർ വാങ്ങിച്ചതല്ല, റെഡ് കുക്കർ എനിക്ക് ഇത് കിട്ടിയതാ, ഗിഫ്റ്റ് കിട്ടിയതാണ്. ആരെ തന്നെ എനിക്ക് അറിയില്ല. എന്തായാലും നമ്മുടെ സ്നേഹമുള്ള നാട്ടുകാരെങ്കിലും തന്നായിരിക്കും. അപ്പൊ റെഡ് കുക്കർ ഗിഫ്റ്റ് കിട്ടിയതാണ്, വാങ്ങിച്ചതല്ല. പിന്നെ കിച്ചണിലെ ഒട്ടുമിക്ക അങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കുന്നതൊക്കെ വാങ്ങിച്ചതല്ല, അങ്ങനെ ഗിഫ്റ്റ് കിട്ടിയതാണ്. പിന്നെ കണ്ടെയ്നേഴ്സും ഭരണികൾ, മറ്റേ ഉപ്പിലിട്ട് വാങ്ങാൻ വെച്ചേക്കണ ചില്ലിന്റെ ഭരണി, അതൊക്കെ നമ്മൾ വാങ്ങിച്ചതാണ്. പിന്നെ എന്താണെന്നറിയോ, പിന്നെ എന്നോട് ചോദിച്ചേക്കുന്നത് എവിടെയാ പഠിച്ചേ, എന്താ ക്വാളിഫിക്കേഷൻ എന്നൊക്കെ ചോദിച്ചേക്കണേ. സ്കൂള് നഴ്സറി തൊട്ട് പഠിച്ചത് KEC UPS ചാവറ സ്കൂൾ പോട്ടയാണ്. പോട്ട പള്ളിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ട് ഒരു സ്കൂൾ കാണാം. അതാണ് എൻ്റെ ഫേവറേറ്റ് സ്ഥലം. ഞാൻ പഠിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എൻ്റെ പോട്ട സ്കൂളാണ്. അതിന്റെ റീയൂണിയന്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ സമയത്ത് ഇട്ടിട്ടുണ്ട്, കാണാത്തവരൊന്ന് പോയി കണ്ടോളൂ കേട്ടോ. അവിടെ പഠിപ്പിച്ച ടീച്ചേഴ്സും അവിടുത്തെ ഫ്രണ്ട്സും എനിക്ക് എപ്പോഴും ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരാ. പിന്നെ ഞാൻ പോയത് ചാലക്കുടി SH സ്കൂളിലാണ്. അതെനിക്ക് ഒട്ടും താല്പര്യമില്ല, എന്താണെന്നറിയില്ല. ഞാൻ പോയ സമയത്ത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അങ്ങോട്ട് നോക്കാൻ പാടില്ല, ഇങ്ങോട്ട് നോക്കാൻ പാടില്ല, അങ്ങോട്ട് തിരിയാൻ പാടില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. ഒട്ടും എനിക്കൊട്ടും ഇഷ്ടമല്ലാത്തൊരു സ്ഥലമായിരുന്നു. ഇപ്പൊ അവിടെ അവരൊന്നല്ല, മുമ്പ് പഠിപ്പിച്ചിരുന്ന ആൾക്കാരല്ല, അതൊന്നല്ല. ഇപ്പൊ നല്ല സ്കൂളാന്നൊക്കെ കേൾക്കുന്നുണ്ട്, എനിക്കറിയില്ല. ഞാൻ ഒരു നെഗറ്റീവ് പറഞ്ഞു എന്ന് വിചാരിക്കരുത്. ഞാൻ എൻ്റെ മെന്റലി ഉള്ള പ്രഷറാണ് ഞാൻ പറഞ്ഞത്. അതായത് ഞാൻ പഠിച്ച സ്കൂളിൽ അത്രയും ടീച്ചേഴ്സൊക്കെ ആയിട്ട്, ഞങ്ങളുടെ വീടിനടുത്തുള്ള ടീച്ചേഴ്സൊക്കെയാണ്, പോട്ടയിൽ തന്നെയുള്ള ടീച്ചേഴ്സ്, സാറുമാര്, കുട്ടികള് എല്ലാവരും ഞങ്ങളുടെ അടുത്ത് പുറത്തുള്ളവരല്ലേ. പെട്ടെന്ന് അവിടെ നിന്ന് മാറി വേറൊരു സ്ഥലത്തേക്ക് പോയതുകൊണ്ടാണോ എനിക്ക് അങ്ങനെ തോന്നിയെന്ന് എനിക്കറിയില്ല. അപ്പൊ ഒരിക്കലും ഞാൻ അവരെ കുറ്റം പറയല്ല. എനിക്ക് അവിടെ ചെന്നപ്പം ഗേൾസ് ഓൺലി ആയിരുന്നു. പിന്നെ ഇങ്ങനെ സിസ്റ്റർമാരും അങ്ങനെയായിരുന്നു. ടീച്ചേഴ്സ് ഫുള്ള് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്തോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവിടെ. പിന്നെ ഞാൻ പഠിച്ചത് +1 +2 ഡിഗ്രി. എന്റെ വീഡിയോ തന്നെ വന്നാ ഈ +1 +2 പിന്നെ ഡിഗ്രി ഒക്കെ പഠിച്ചത് ഞാൻ SH അല്ലല്ലോ, നിർമ്മല കോളേജ് ചാലക്കുടിയിലാണ്. അതെന്റെ ഫേവറേറ്റ് സ്ഥലം തന്നെയാണ്. പോട്ട സ്കൂൾ കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നിർമ്മലയാണ്. ഇപ്പൊ എൻ്റെ ഉള്ള കുറേ ഫ്രണ്ട്സ് നിർമ്മലയിൽ പഠിച്ചവരാണ്. പോട്ട സ്കൂളിൽ പഠിച്ച ഫ്രണ്ട്സും നിർമ്മലയിൽ പഠിച്ച ഫ്രണ്ട്സാണ് ഇപ്പോഴും എനിക്ക് കോണ്ടാക്ട് ഉള്ളത്. ഞങ്ങളുടെ ഗ്രൂപ്പിലാണെങ്കിലും നല്ല ആക്റ്റീവായിട്ട് പോണത് ഈ രണ്ട് സ്ഥലത്ത് പഠിച്ചതാണ്. അപ്പൊ ഞാൻ +1 +2 കഴിഞ്ഞിട്ട് ഡിഗ്രി ചെയ്തു. ഡിഗ്രി BCom ആണ് എടുത്തത്. PGDCA BCom എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ കല്യാണമായി. ഡിഗ്രി ലാസ്റ്റ് ഇയർ എക്സാമിന് തൊട്ട് മുമ്പായിട്ട് എൻ്റെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ടാണ് ഞാൻ എക്സാം എഴുതിയത്. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് പിന്നെ അടുത്ത വർഷം തന്നെ മോനുണ്ടായി. അപ്പൊ അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് പിന്നത്തെ വർഷം കുട്ടി ഉണ്ടായി. അപ്പൊ എനിക്ക് പിന്നെ പഠിക്കാൻ പോകാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് അവനൊരു 2 വയസ്സാവാറായപ്പോ ഞാൻ വീണ്ടും ജോലിക്ക് പോയി. മുത്തൂറ്റിലാണ് ഞാൻ പോയത്. ഫിനാൻസ് അല്ല, മുത്തൂറ്റ് ഫിൻകോർപ്പിലാണ് പോയത്. ചാലക്കുടിയിൽ തന്നെയാണ് വർക്ക് ചെയ്തത്. അത് അങ്ങനെ ജോലിക്ക് പോകാൻ എല്ലാവരും സപ്പോർട്ടൊന്നും ആയിരുന്നില്ല. പ്രശാന്തേട്ടൻ അഫ്കോഴ്സ് സപ്പോർട്ടായിരുന്നു. ബാക്കി ആർക്കും വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല. കുഞ്ഞിനെ ഇട്ടിട്ട് ജോലിക്ക് പോകണ്ടെന്നാ പറഞ്ഞത്. പക്ഷെ ഞാൻ ഇത്രയും പഠിച്ചിട്ട് ഇനി എനിക്ക് MBA കൂടി എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് എന്തോ ജോലി ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. കുറച്ച് നാളെങ്കിലും ജോലി ചെയ്തു എന്നുള്ളൊരു ഇത് വേണമെന്ന്. അപ്പൊ അങ്ങനെ മുത്തൂറ്റിൽ പോയി. അതെന്റെ നല്ല തീരുമാനമായിരുന്നു. മുത്തൂറ്റ് അത്യാവശ്യം അവിടെ നിന്ന് അത്യാവശ്യം ഏത് ജോലിക്കും പോകാനുള്ള തൊലിക്കെട്ടി നമുക്ക് കിട്ടും. അങ്ങനെ മുത്തൂറ്റിൽ പോയി. അത് കഴിഞ്ഞ് അപ്പൊ അവിടെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കടയൊക്കെ അവിടെ അടുത്താണ്. അതിന്റെ തൊട്ടടുത്തുള്ള ബ്രാഞ്ചിലാണ് എനിക്ക് കിട്ടിയത്. എനിക്ക് ഇന്റർവ്യൂവിന് പോയി കിട്ടി. അപ്പൊ അങ്ങനെ അവിടെ കയറി. പിന്നെ ഞാൻ അത് കഴിഞ്ഞ് അവിടെ വെച്ച് തന്നെ ഞാൻ ഡിസ്റ്റൻസ് ആയിട്ട് MBA എടുത്തു. MBA കഴിഞ്ഞു. അതാണ് എൻ്റെ പഠിപ്പിന്റെ ക്വാളിഫിക്കേഷൻ, അതാണ്. പക്ഷെ ഞാൻ ആഗ്രഹിക്കണത്, ഇപ്പോഴും എനിക്ക് ഒരു ആഗ്രഹം ഉള്ളിലുള്ളത് ഫാഷൻ ഡിസൈനിങ് പഠിക്കണം എന്നാ. പക്ഷെ എനിക്ക് ഇപ്പൊ തിരക്കുകളായി. ഇനി ഫാഷൻ ഡിസൈനിങ് ഒക്കെ ഒന്നും പോകാൻ പറ്റുമെന്ന് തോന്നണില്ല. പിന്നെ ഭാവിയിൽ മക്കളൊക്കെ വലുതായി കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും നോക്കണം എന്നുണ്ട്. ഫാഷൻ ഡിസൈനിങ് ആയിരുന്നു എൻ്റെ പണ്ടൊട്ടുള്ള ആഗ്രഹം. അപ്പൊ പിന്നെ കല്യാണം കഴിഞ്ഞ് പിന്നെ MBA എടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ മുത്തൂറ്റിൽ വർക്ക് ചെയ്ത് പിന്നെ SBI ക്രെഡിറ്റ് കാർഡ്സിൽ പോയി. അതാണ് എൻ്റെ ഒരു ടേണിംഗ് പോയിന്റ്. അവിടെ ഞാൻ നന്നായി പെർഫോം ചെയ്തു. എനിക്ക് ഒരുപാട് ഇൻസെന്റീവും കാര്യങ്ങളൊക്കെ കിട്ടി. നല്ല രീതിയിൽ എനിക്ക് ജോലി ചെയ്യാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞ് മോനൊരു 4 വയസ്സായപ്പോഴാണ് എൻ്റെ മോള് ഉണ്ടായത്. പിന്നെ ഞാൻ ജോലിക്കൊന്നും പോയിട്ടില്ല.
പിന്നെ ജോലിക്കൊന്നും പോയില്ല എന്ന് വെച്ചാൽ നമ്മൾ ഓൺലൈനായിട്ട് ഇരുന്ന് ചെയ്യാൻ പറ്റണ എന്തൊക്കെയോ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. വെറുതെ ഇരിക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമുള്ള ആളല്ല. നമ്മൾ തിരിഞ്ഞു ചിന്തിക്കുമ്പോൾ നമ്മൾ ഇത്രയും കാലം എന്താ ഉണ്ടാക്കി എന്താ ചെയ്തതെന്ന് നമ്മളോട് തന്നെ നമുക്കൊരു ചോദ്യം വരും. ആരും ചോദിച്ചിട്ടല്ല. അങ്ങനെ അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഇനി വീട് പണി കഴിഞ്ഞ് ഇനി എനിക്ക് ഒന്നിനും പോവാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിച്ചപ്പോ മുമ്പേ ഉള്ള ഒരു ആഗ്രഹമാണ് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം. സക്സസ് ആവുന്നൊന്നുമില്ല, എന്നാലും ഒരു 2 വർഷം കൊണ്ട് ഒരു 10,000 സബ്സ്ക്രൈബർ ഉണ്ടാവണം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് തുടങ്ങിയത്. ഇപ്പൊ ഒരു വർഷം ആയിട്ടില്ല. അതെന്റെ ദൈവത്തിനോട് നന്ദി പറയുന്നു. എന്റെ ശിവൻ എന്റെ എല്ലാ ആഗ്രഹത്തിനും എന്റെ കൂടെ തന്നെ നിന്നിട്ടുണ്ട്. ഒരുപാട് നന്ദി ദൈവത്തിനോട് പറയുന്നു. പിന്നെ എന്റെ വീട്ടുകാരോടും നാട്ടുകാരോടും നിങ്ങളെല്ലാവരോടും ഞാൻ നന്ദി പറയണു കേട്ടോ. അപ്പൊ അതാണ് ഇപ്പൊ അങ്ങനെ ഞാൻ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു, കുട്ടികൾ ഉണ്ടായി, അത് കഴിഞ്ഞൊരു വീട് വെക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പ്രശാന്ത് ഏട്ടൻ വീടിന്റെ ഇതായത് കൊണ്ട് തന്നെ നമ്മൾക്ക് ഇങ്ങനെ അത്യാവശ്യം നല്ല എല്ലാ ഇതുള്ള ഒരു വീട് വെക്കണം എന്നുണ്ടായിരുന്നു. അത്യാവശ്യം മുറ്റം വേണം, ബാക്കില് ഫ്രൂട്ട്സ് ഗാർഡൻ വേണം, അങ്ങനത്തെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ആഗ്രഹങ്ങൾ ഉണ്ടായത് കൊണ്ട് വീണ്ടും നീണ്ട് അങ്ങനെ ഇപ്പോഴാണ് നമ്മുടെ വീടിന്റെ എല്ലാ പണിയും കഴിഞ്ഞ് നമ്മൾ ഇവിടെ സ്വസ്ഥമായിട്ട് താമസം തുടങ്ങിയത്. അപ്പൊ അത് കഴിഞ്ഞു. ഇപ്പൊ ഞങ്ങളുടെ ഇതിലെന്താ, ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി, ചെറുതായിട്ട് സക്സസ് ആയി. ചേട്ടൻ ഇങ്ങനെ വർക്കുകൾ നടക്കുന്നു, മക്കൾ ഇങ്ങനെ പഠിക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ സ്റ്റേജ്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് എനിക്ക് വന്നിട്ടുള്ളത്. ഇനി ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ഞാൻ കാണാണ്ട് പോയോന്ന് എനിക്കറിയില്ല. വീഡിയോയുടെ ലെങ്ത് കൂടി പോകണം, അതുകൊണ്ട് ഞാൻ ഇപ്പൊ നിർത്തണേ. അല്ലെങ്കിൽ കുറെ ഇനിയും നോക്കി തപ്പി പിടിച്ചെടുക്കാൻ പറ്റും. ഇനി ഇങ്ങനത്തെ വീഡിയോസ് ചെയ്യണമെന്ന് വെച്ചാൽ എന്തായാലും എനിക്ക് കമന്റ് കിട്ടുള്ളൂ. പിന്നെ ഇതല്ലാണ്ട് വേറെ ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളല്ലാണ്ട് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിലും ഇതിന്റെ കമന്റ് ആയിട്ട് ഇട്ടോ, അല്ലെങ്കിൽ വേറൊരു Q&A ഞാൻ ഇടാം. അതെന്തായാലും നിങ്ങൾ കമന്റ് ആയിട്ടിട്ടോ, ഞാൻ എല്ലാ കമന്റ്സും വായിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് Q&Aയിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. ഇനി കൂടുതൽ കാര്യങ്ങൾ അറിയാതെ നിങ്ങൾ കമന്റ് ഇട്ടോ, ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ ബൈ, സീ യു.